നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം. നീ നീ ദേഷ്യപ്പെടുന്നതിനുള്ള കാരണം എനിക്കറിയാം. നീ ദേഷ്യപ്പെടുന്നതിനുള്ള കാരണം എനിക്കറിയാം. നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ഫോൺ ഇവിടെ വെച്ചേ. ഹായ് ഡിയേഴ്സ്, നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. AI ഹീലിംഗ് ഹബിന്റെ മാജിക്കൽ ടോക്കിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മാജിക്കൽ ടോക്കിന്റെ 2ാമത്തെ സെഷനാണ്. എല്ലാ വെള്ളിയാഴ്ചയും 7:30 നടത്താൻ ആഗ്രഹിക്കുന്ന 2ാമത്തെ സെഷനാണെന്ന്. വളരെ സന്തോഷം നിങ്ങളൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട ടൈം ഇതിലേക്ക് മാറ്റിവെച്ചതിന്. പിന്നെ ഒന്നും കൂടി നമ്മുടെ
ഈ മാജിക്കൽ ടോക്കിലേക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ആരും പോകരുത് കേട്ടോ, എല്ലാവരും ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കണം. ADN ടോക്കിന്റെ മെൻഡറായിട്ടുള്ള അജലിഷമ്മ, അവരെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ഒരുപാട് അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അറിവുകൾ ശേഖരിക്കാനായിട്ട് എല്ലാവരും എത്തുക എന്നുള്ളതാണ്. ചിത്രശലഭം ഓരോ പൂവിൽ നിന്നും തേൻ ഉതിർന്നത് പോലെ അറിവിന്റെ മാധുര്യം നുകരാനായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അറിവ് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊരൊന്നാണ്. ആരും തികഞ്ഞവരായിട്ട് ഉണ്ടാവില്ല. സമുദ്രമാകുന്ന ഒരു സമുദ്രത്തിലെ വെള്ളം എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. ഒരു സമുദ്രത്തിലെ വെള്ളം അതിൽ നിന്നും കൈകൾ നമ്മൾ മുക്കിയാൽ ഉറ്റി വീഴുന്ന ഒരു തുള്ളി മാത്രമേ നമ്മൾ രുചിച്ചിട്ടുള്ളൂ. ഇത്രയും വിശാലമാണ് അറിവ്. അപ്പൊ ആ അറിവ് അത് നമ്മൾ എങ്ങനെ നുകരണം എന്നുള്ളതാണ്. കാഴ്ചയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നത് കാഴ്ചയും ഹൃദയം കൊണ്ട് അത് ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ട് കാണുന്നത് കാഴ്ചപ്പാടുമാണ്. അതുപോലെ തന്നെയാണ് അറിവ്. നമ്മൾ ചെവി കൊണ്ട് മാത്രം കേട്ടാൽ പോരാ, അത് ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കുകയും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുകയും കൂടി ആവുമ്പോഴാണ് നമുക്ക് അറിവ് അത് നമുക്ക് കിട്ടുന്നതും. നമുക്ക് കേട്ട അറിവുകൾ നമ്മളിപ്പം ഒരു ഇതിൽ പങ്കെടുത്തിരുന്നു എന്താ പറയുന്നേ, നമുക്ക് സാക സ്റ്റെക്കായി പോകും. അപ്പൊ എന്താണ്, നമ്മുടെ മനസ്സ് ഇവിടെ ആയിരിക്കില്ല, കോൺസെൻട്രേഷൻ ഇവിടെ ആയിരിക്കില്ല. സൂമിലുണ്ട്, വീഡിയോ മോഡിലായിരിക്കും, മനസ്സ് എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ പങ്കെടുത്തിരുന്നു, ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മെഡിറ്റേഷൻ എടുക്കുമ്പോൾ നമ്മൾ ആൽഫ സ്റ്റേജിലോട്ട് പോകാറുണ്ട്. ഞാൻ ഉറങ്ങി, ഞാൻ ഒന്നും കേട്ടില്ല. ഓക്കെ, ആൽഫ സ്റ്റേജിലാണെങ്കിലും മെഡിറ്റേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു ആൽഫ സ്റ്റേജിലൂടെ എങ്കിലും. അപ്പൊ നമുക്ക് സമാധാനിക്കാവും, ഞാൻ ഉണ്ടായിരുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് ആൽഫ സ്റ്റേജിലാണെങ്കിലും, എന്റെ ബോധ മനസ്സിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അറിവ് അങ്ങനെയല്ല. അറിവ് നമ്മൾ ബോധത്തോടു കൂടി തന്നെ ഇരിക്കണം. അത് ഹൃദയം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കാൻ സാധിക്കണം. ചെവി കൊണ്ട് മാത്രം കേട്ടാൽ പോരാ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ലൈവ് സെഷനിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നോട്ട്ബുക്കും പെന്നും എടുത്തുണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്ക് എഴുതി വെച്ചാലേ നമുക്ക് എപ്പോഴെങ്കിലും അത് ഓർമ്മ വരും. ഈ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ. കാരണം നമ്മൾ കേട്ട് പോയാല് നമുക്ക് അത്ര അത് വരില്ല. എഴുതി വെക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി അതിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുതി വെക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു നോട്ട്ബുക്കും പെന്നും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പോയിന്റെങ്കിലും നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യിക്കും എന്നുള്ളതാണ്. വ്യത്യസ്ത ടോപ്പിക്കുകളായിരിക്കും, വ്യത്യസ്ത അറിവുകളായിരിക്കും. ഒന്നെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും എടുക്കാനായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൂടുതൽ നിങ്ങൾക്ക് അറിവ് പകർന്നു തരാനായിട്ട് നമ്മുടെ കോച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. മൈൻഡ് കോച്ച് ആയിട്ടുള്ള ആസിയ മാമിനെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു യു ആസിയ മാം. Thank you so much, Nasira ma'am. Very good evening. Assalamu alaikum, all of you. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇന്ന് വീണ്ടും നമുക്ക് കാണാൻ പ്രപഞ്ചനാഥൻ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ആദ്യം തന്നെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മളിത് എല്ലാ വീക്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്, പ്രോഗ്രാമാണ്. അപ്പൊ അത് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇനി അങ്ങോട്ട് എത്ര നാള് റബ്ബ് അനുഗ്രഹിച്ചിട്ടുണ്ടോ അത്രയും നാൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അജ്ലിഷ മാം വരുന്നുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്കാണ് റെഡി ആവുക. അന്നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അജ്ലിഷ മാം ജോയിൻ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ കൂടെ GCDP ചെയ്ത കുറേ കോച്ചസ് ഉണ്ട്, അവരെ ഇതിൽ കൊണ്ടുവരണം. പിന്നെ എനിക്ക് പ്രിയപ്പെട്ടവർ മെന്ററിങ്ങിലുള്ളവരുണ്ട്. അങ്ങനെ കഴിവുള്ള ഓരോരുത്തരെ ഇതിൽ കൊണ്ടുവന്ന് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പല അറിവുകളും നമ്മൾ നേടുന്നുണ്ട്, പക്ഷെ പലതും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്.
നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു, അല്ലെ നമുക്കൊരു അറിവുണ്ട്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നമ്മളിൽ ഇരട്ടിയായിട്ടുണ്ടാവുകയുള്ളൂ. അത് തന്നെയാണ് നമ്മളിൽ ഗ്രാറ്റിറ്റ്യൂഡ് വേർഷനും എന്നുള്ളത്. നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളിൽ നന്ദി കൂടുതലായിട്ട് ലഭിക്കുകയും നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ പഠിച്ച റബ്ബ് നമുക്ക് വേണ്ടി 10 സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ ആദ്യം തന്നെ ഒന്ന് മെഡിറ്റേഷനിലേക്ക് പോവാം. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഓക്കെ, പതിയെ കണ്ണുകൾ അടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കാലുകൾ നിലത്തുറപ്പിച്ച് കംഫർട്ടായിട്ടിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ തോന്നുന്നത് അതേപോലെ കംഫർട്ടായിട്ടിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആർട്ടിലേക്ക്, ഒരു അലൈൻമെന്റിലേക്ക് നമ്മൾ പോകുക. ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ശ്വാസത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ഗോൾഡൻ എനർജി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നതായും അത് നമ്മളിൽ നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്നതായും ഫീൽ ചെയ്യുക. ആ ഒരു ഗോൾഡൻ എനർജി നമ്മളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കളയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. Take a deep breath. Hold on. Breathe out. Take a deep breath. Hold on. Breathe out. Take a deep breath. Hold on. Breathe out. ശ്വാസത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഗോൾഡൻ എനർജി നമ്മുടെ ശരീരം മുഴുവനും വ്യാപിച്ചത് ഫീൽ ചെയ്യുക. ആ ഒരു എനർജിയിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാൻ സാധിക്കുകയും നമ്മളുടെ ആ രൂപത്തെ, ആ ഭാവത്തെ, നമ്മളിലുള്ള ഓരോ കഴിവുകളെ, നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ, ഇതിനെല്ലാം ഒന്ന് ഫീൽ ചെയ്യുക. ഞാൻ ആരാണ്? എന്നിൽ എന്താണുള്ളത്? എന്നെ സൃഷ്ടിച്ചവൻ, അവനിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിലേക്ക് ഒരു ചോദ്യങ്ങളെല്ലാം കൊടുക്കുക. എന്നിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് അകക്കണ്ണാൽ ഒന്ന് കാണുക. എൻ്റെ ശരീരത്തില് ഞാൻ അറിഞ്ഞും അറിയാതെയും പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിൽ ഞാൻ അറിയാതെ സംഭവിക്കുന്ന ആ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവനിലേക്ക്, ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നവനിലേക്ക് ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുക. ഒരു മനുഷ്യനായി, ഒരു കുട്ടിയായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചതിന് പുഞ്ചിരിച്ചു കൊണ്ട് നന്ദി പറയുക. ആ കുട്ടിയുടെ എല്ലാ നന്മകളും ഈ നിമിഷത്തിലും നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ സന്തോഷകരമായ ഓരോ കാര്യത്തിലും ആ സന്തോഷത്തെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടിയായിരുന്നത് പോലെ തന്നെ ആ മനസ്സിനെ, ആ ഹൃദയത്തെ വിശാലമാക്കാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടിയായിരുന്നപ്പോ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കൈകളിലേക്ക് എത്തിപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഈ നിമിഷത്തിലും അതുപോലെ
നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് ഫീൽ ചെയ്യുക. കുഞ്ഞായിരുന്നപ്പോ നമ്മളെ സ്നേഹിച്ചവർ നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല സ്നേഹം. നമുക്ക് വേണ്ട വസ്ത്രങ്ങള്, ഭക്ഷണം, അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും നമ്മളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരുന്നു. അതുപോലെ ഈ നിമിഷവും നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ നന്മ നിറഞ്ഞ ഹൃദയവിശാലതയോട് കൂടി ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് ഫീൽ ചെയ്യുക. ആ ഹാപ്പിനെസ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ആ ഹാപ്പിനെസ്സിലൂടെ ഈ ജീവിതത്തിൽ ഏതൊക്കെ ഭാവങ്ങൾ, ഏതൊക്കെ സിറ്റുവേഷനിലേക്ക് എത്തേണ്ടതുണ്ടോ, എന്തൊക്കെ നേടേണ്ടതുണ്ടോ അതെല്ലാം നേടുന്നത് ഫീൽ ചെയ്യുക. എൻ്റെ കുടുംബം, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ കൂട്ടുകാര്, എൻ്റെ നല്ല ബന്ധങ്ങൾ, എനിക്ക് വേണ്ടുന്ന സമ്പത്ത്, ഇതെല്ലാം പൂർണ്ണമായും എൻ്റെ ഓരോ ആക്ഷനിലൂടെ, എൻ്റെ ഓരോ പ്രവൃത്തികളിലൂടെ, എൻ്റെ ഓരോ നല്ല ചിന്തകളിലൂടെ എന്നിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള എൻ്റെ കുടുംബ ജീവിതം, വീട്, ലൈഫ് പാർട്ട്ണർ, മക്കള്, മറ്റു ബന്ധങ്ങൾ എല്ലാം ഈ നിമിഷം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സമ്പത്ത്, അതിൻ്റെ അറിവായാലും മറ്റ് സമ്പത്തുകളായാലും എന്നിലേക്ക് ധാരാളമായി ഒഴുകിയെത്തുന്നതിന് എത്ര ആരോഗ്യത്തോടെയാണോ എൻ്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതേ ആരോഗ്യത്തോടെ ഈ നിമിഷത്തില് എനിക്ക് എന്നെ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരു മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ള കഴിവുകള് എന്നിൽ നിറവാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. പൂർണ്ണമായും ഞാൻ എന്നെ സൃഷ്ടിച്ചവനിലേക്ക് എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ സോളിനെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്നേഹം, ആനന്ദം, അതേ നിമിഷം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ആ ഒരു എനർജിയെ ഫീൽ ചെയ്യുക. നാം എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ ക്രിയേറ്ററിലൂടെ നമുക്ക് ലഭിക്കുന്നതും മാത്രമേ നമ്മളിൽ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ എന്ന ആ തിരിച്ചറിവിലൂടെ ഈ നിമിഷത്തെ ആസ്വദിച്ചുകൊണ്ട്, ഈ നിമിഷത്തെ അറിഞ്ഞുകൊണ്ട് പഞ്ചനാഥനിലേക്ക് സമർപ്പിക്കുക. ഫീൽ ചെയ്യുക. ആ ഒരു ആനന്ദം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഫീൽ ചെയ്യുക. ആ ഒരു എനർജി ശരീരം മുഴുവനും വ്യാപിക്കുന്നതും ഫീൽ ചെയ്യുക. നന്നായി പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിയിലൂടെ ആ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു ആനന്ദം പ്രകടമാവട്ടെ. ശരീരം മുഴുവനും വ്യാപിച്ച് ആരോഗ്യമുള്ള, സമ്പത്തുള്ള, സന്തോഷമുള്ള, നല്ല ബന്ധങ്ങളുള്ള ആ ഒരു ജീവിതം അനുഭവിച്ചറിയുക. ജീവിതം
എനർജി ഫീൽ ചെയ്യുക. എനർജിയിലൂടെ പതിയെ കൈകൾ റബ്ബ് ചെയ്ത് പുഞ്ചിരിച്ച് കണ്ട് ആ മുഖത്തോട് ചേർത്ത് വെക്കുക. ഹൃദയത്തിൽ കൈവച്ച് താങ്ക് യു പറയുക. പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. Thank you, Asya ma'am. Thank you so much. Alhamdulillah, jazakallah khairan kathira. നന്നായിട്ട് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരി നമ്മുടെ ആരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ ഈമാൻ നമ്മുടെ മുഖത്ത് അറിയുന്നത് ആ പുഞ്ചിരിയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും ഞാൻ എൻ്റെ രീതിയിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Thank you. നമ്മുടെ ജീവിതത്തില് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണല്ലോ. എന്തായിരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അറിഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എത്രത്തോളം മികവില് നമുക്ക് അതിനെ തിരിച്ചറിയാൻ സാധിക്കും? നമ്മളെ എത്രത്തോളം അറിയുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു, ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദത്തിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ആ സ്നേഹം ലഭിക്കും എന്നുള്ളത്. ആ സ്നേഹം എന്താണ്? ആ സ്നേഹം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഉണ്ടാവുക? ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ, നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ, അതേപോലെ തന്നെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹം എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മറ്റൊരു വശമാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മൾ എത്രത്തോളം ഫീൽ ചെയ്യേണ്ടതുണ്ട്? ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുക? ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം നമ്മളിൽ നിറയുന്നുണ്ടോ അത്രത്തോളം നമ്മളിൽ ഫോർഗീവ്നെസ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഫോർഗീവ്നെസ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യമുണ്ടോ? എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ നിറയ്ക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫോർഗീവ്നെസ്സിനെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡാണ് എല്ലാം. പലരും ചോദിക്കാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് ഡിവൈനിൽ കണക്റ്റഡ് ആവാൻ പറ്റുമോ? നമുക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂള് ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്നുള്ളതാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഈ ഒരു നിമിഷത്തിലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ നിമിഷത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഫീൽ ചെയ്യുന്നത് അതേപോലെയാണ് നമ്മളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ഇപ്പൊ ഇവിടെ ഇരിക്കാൻ സാധിച്ചതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത്രത്തോളം പവർഫുൾ ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിലോ എന്തൊക്കെയോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അത് അതിലേ വന്നിതിലേ പോയി എന്നുള്ള രീതിയിലാവും. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഓരോരുത്തർക്കും ആ ഗ്രാറ്റിറ്റ്യൂഡിനെ ഫീൽ ചെയ്യാൻ സാധിക്കും. എല്ലാത്തിനും എന്തൊക്കെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്? എണ്ണിയാലും എണ്ണിയാലും തീരാത്തത്രയില്ലേ ആ ഗ്രാറ്റിറ്റ്യൂഡുകള്. ഈവൻ നമ്മൾ മനുഷ്യനായത് ഏറ്റവും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? മറ്റു ജീവികളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് എന്തുമാത്രം പ്രത്യേകതകളാണുള്ളത്. ആ പ്രത്യേകതകളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചാൽ തന്നെ
നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് നമ്മളെ എന്താക്കേണ്ട വരില്ല, കുറ്റപ്പെടുത്തേണ്ടി വരില്ല, നമ്മളെ കുറിച്ച് പരാതിപ്പെടേണ്ടി വരില്ല. നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ നന്മകളെ മാത്രം ഓർത്ത് നമ്മുടെ ലൈഫ് എത്രത്തോളം ഹാർമണിയിൽ എത്തിക്കാമോ അത്രത്തോളം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്, അജ്ലിഷ മാം എത്തിയിട്ടുണ്ട്. നമുക്കപ്പോ അജ്ലിഷ മാമിന്റെ വാക്കുകളിലൂടെ കടന്നു പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ കാര്യങ്ങളിലേക്ക് ചെയ്യാം. ഓക്കെ, ഓവർ ടു യു അജ്ലിഷ മാം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എവിടെ ബാക്കിയുള്ളവരൊക്കെ വീഡിയോയിൽ വരും? ഗുഡ് ഈവനിങ്. ഇനിയും ആളുകളെ വീഡിയോയിലേക്കൊക്കെ ജോയിൻ ചെയ്യാറുണ്ടല്ലോ. വീഡിയോ മോഡിൽ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പതിയെ വന്നോളും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പം മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഇവിടെ ഉണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ ഇല്ലേ? ഓക്കെ മാം. അപ്പം നമ്മള് ഇങ്ങനൊരു ടോക്ക് തുടങ്ങിയിട്ടുള്ള സെക്കൻഡ് സെഷൻ അല്ലേ ഇതല്ലേ? അപ്പം മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആസിമാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാണ് എന്നുള്ളത്, ഓരോ വിസ്ഡം ഷെയറിംഗ് ആയിട്ട്. പിന്നെ ഈ ഓരോ വീക്കിലായിട്ട് നമുക്ക് ഇങ്ങനെ ഗാദറിങ്സ് ഉണ്ടാവും. അപ്പൊ മാം ഓരോ ടോപ്പിക്കിലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ലേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഗ്രേറ്റ് ഇവോൾവിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിൽ ഓരോരുത്തരിലും ഒരു ഡിഫറൻസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ വിസ്ഡംസ് ആയിട്ട് അറിയുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് വിശാലമാകാനും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഒന്നുകൂടെ അറിഞ്ഞ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ആവട്ടെ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ആവട്ടെ, ഇപ്പൊ ഒന്ന് അറിഞ്ഞ് ജീവിക്കാനും കൂടി നമുക്ക് സാധ്യമാകുന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വരുന്ന പല ചിന്തകളാണ്, എന്തുകൊണ്ടാണ് എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ, എന്നുകൊണ്ട് പലപ്പോഴും എനിക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്സായി പോകുന്നത്. ചിലപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയായി ലൈഫൊക്കെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് എത്താനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതോ മൊമെന്റിൽ നിന്ന് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ടാവും, പക്ഷെ വീണ്ടും നമ്മൾ ഫെയിൽ ആയി പോകും. വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ നമ്മളെ പിടിച്ചു വെക്കുന്നത് പോലെ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ടാവും. ചിലപ്പോൾ അത് ഇമോഷൻസ് ആയിരിക്കാം, ചില ആളുകൾക്ക് അത് പല കാര്യങ്ങളായിരിക്കാം. ചിലർക്ക് ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അവരുടെ സെൽഫ് തന്നെ ആയിരിക്കും, ചില ആളുകൾക്ക് പല സാഹചര്യങ്ങളായിരിക്കും. അങ്ങനെ പലതും നമ്മളെ പിന്നോട്ടേക്ക് വെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്കറിയല്ലോ, ഞാൻ ഏഡിയൻ ടോക്സിലെ മെന്ററാണ്. നമ്മുടെ ടീം ഏഡിയൻ ടോക്സ് ബിഗിൻ ചെയ്തിട്ട് ഇപ്പം 8 years ആയി. 8 year ആനിവേഴ്സറി, ആക്ച്വലി നമ്മുടെ ആനിവേഴ്സറി മന്ത് കൂടിയാണ്. അപ്പൊ ഇതുപോലൊരു മന്തിൽ ഒരു 8 years ബാക്ക് ഇതുപോലൊരു മാസത്തിലാണ്, ഇതുപോലൊരു മെയ് മാസത്തിലാണ് ആക്ച്വലി ഗൈഡ്. ഞാൻ അന്ന് 10th പഠിച്ച, 10th ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ആക്ച്വലി 10th പഠിക്കുന്ന കുട്ടികളുടെ റിസൾട്ട് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആണല്ലോ. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ 10th പഠിക്കുമ്പോ എന്റെ റിസൾട്ട് ഒക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് ഒരു ക്ലാസ് റൂമിൽ ഗൈഡ് നമ്മളെല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഗൈഡ് ഇങ്ങനെ ഒരു ദൗത്യം തുടങ്ങാൻ പോവാണ്, ഇങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പോവാണ്, അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് ഈ ഒരു മെയ് ടൈമിങ്ങിലാണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ 10th കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ 10th കഴിഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഞാൻ ആലോചിക്കാണ്, റബ്ബേ ഈ ടൈമിങ്ങിലായിരുന്നല്ലോ നമ്മൾ ഇതൊക്കെ അറിയാൻ തുടങ്ങിയത്, ഈ സംഭവങ്ങളൊക്കെ അറിയാനും ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പം അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഈ ഓരോ ജേർണിയിലും ഏറ്റവും മെയിൻ ആയിട്ട് ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും മെയിൻ ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നതാണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓരോ എക്സ്പീരിയൻസിലൂടെ പോകുന്നതിനനുസരിച്ചിട്ടും നമ്മളുടെ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ഇങ്ങനെ രൂപപ്പെട്ട് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്.
ആ ഇവോൾവിങ് സംഭവിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലും സെൽഫിലും ഒക്കെ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, മൈൻഡൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. നമ്മളുടെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നതില്, ഓക്കെ, നമ്മുടെ ബ്രെയിനിനെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതിൽ, അതിനെ നെക്സ്റ്റ് ലിമിറ്റിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതിലേക്ക്, അങ്ങനെ ഗ്രോത്തിന്റെ ഒരു കീൻ ഒബ്സർവേഷനിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു കീൻ ഫോക്കസ്, നമ്മുടെ കീൻ ഫോക്കസ് ഗ്രോത്തിലേക്കായി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓരോരോരോ ലിമിറ്റേഷൻസ്, നമ്മൾ എന്തോ വലുതാണെന്ന് വിചാരിച്ച ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ മറികടന്ന് വരണത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഓരോന്നും മറികടന്ന് ഓരോ ഇഷ്യൂസ് വരുന്നതിനനുസരിച്ചൊക്കെ നമ്മുടെ മൈൻഡ് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് അതിനെ ഡീൽ ചെയ്ത് ഓരോന്നും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ നോക്കി കാണുന്ന സമയത്ത്. അപ്പം ഈ ഒരു 8 ഇയേഴ്സിൽ എന്ത് ലേൺ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല എക്സ്പീരിയൻസിലൂടെ പോകുന്ന സമയത്ത് എന്താണ് ഏറ്റവും റിയലൈസ് ചെയ്ത സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ, എന്റെ ട്രഷർ ഹൗസ് എന്റെ ഉള്ളിലാണെന്ന് പറയുന്ന പോലെ എന്റെ ലൈഫ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് എന്റെ ലൈഫ് മാറ്റണം എന്ന് ആഗ്രഹമുണ്ടോ, ഞാൻ വേറെ എവിടെയും പോയി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ, എന്റെ മൈൻഡിനെ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ, ഞാൻ ഓരോ കാര്യങ്ങളെയും നോക്കി കാണുന്ന രീതി മാറി തുടങ്ങുമ്പോൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് മാറി തുടങ്ങുമ്പോൾ, അങ്ങനെ ഞാൻ എന്റേതായിട്ടുള്ള ഓരോന്നും മാറി തുടങ്ങുന്നതിനനുസരിച്ചിട്ടാണ് എന്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് ആയിരിക്കും നമ്മളുടെ സെൽഫിൽ വരാം, നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ മാറും ഇൻ ദ സെൻസ്, നമ്മൾ ഒരുപാട്, ചില ആളുകളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും വിസ്ഡം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാനുള്ള ധൃതി ഭയങ്കരമായിരിക്കും. ഇതെന്റെ ഹസ്ബൻഡ് അറിയണം, അല്ലെങ്കിൽ ഇതിന്റെ വീട്ടിലുള്ളവരറിയണം, ഇതിന്റെ ഭാര്യക്കാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ മക്കൾക്കാണ് കിട്ടേണ്ടത്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? ചില ആളുകൾക്ക് എന്നെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇത് എനിക്ക് എന്റെ മോൻക്കാ കൊടുക്കണ്ടേ, ഞാൻ ഇതൊക്കെ ചെയ്തതാ, എനിക്ക് ഇതിന്റെ ഒന്നും ഇനി ആവശ്യമില്ല, എനിക്ക് ഇതൊക്കെ ഇനി എന്റെ മോൻക്കാ കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പല ആളുകളും പറയാറുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മളുടെ മക്കളും മാറും, നമ്മളുടെ ഭർത്താവും, എല്ലാവരിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും നമ്മൾ മാറി തുടങ്ങുന്ന സമയത്ത്. അതിൽ നമ്മൾ പറയല്ലോ, ഈ മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും പുല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ, നമ്മൾ അങ്ങനെ മാറി വരുന്ന സമയത്ത് നമ്മളുടെ ആ ചൂട് ഏറ്റ് അത് മറ്റുള്ളവരിൽ റിഫ്ലക്ട് ആവാൻ തുടങ്ങും. ഏത് മോഡൽ എന്ന് വെച്ചാൽ അത് നമ്മളുടെ കുട്ടികളിലാവട്ടെ, നമ്മളുടെ വീട്ടിൽ പോലും അതിന്റെ ഒരു ഷിഫ്റ്റ് നമുക്ക് വരണേ കാണാൻ പറ്റും. ഇപ്പൊ ഇതിൽ നമ്മളെ ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെ അല്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിലേക്ക് ഷിഫ്റ്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഒരൊറ്റ സംഭവത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും, എന്റെ സെൽഫിൽ എന്തൊക്കെ ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും അൺലേൺ ചെയ്യാനുണ്ട്, എനിക്ക് എവിടെയൊക്കെ എനിക്ക് ഗ്രോ ചെയ്യാനുണ്ട്. ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാക്കിയുള്ളതിലും ചേഞ്ചസ് വരണം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ മാറുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളിലും, നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും അതിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. പുതിയ അവസരങ്ങൾ നമ്മളെ തേടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മാറ്റം ഉണ്ടാവുന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിലുള്ള ഒരു മെജോറിറ്റി ഓഫ് ആളുകളും പാരന്റ്സ് ആണ് എന്നുള്ളത്, അല്ലെ? ഞാൻ വീഡിയോയിൽ കാണുന്നവരൊക്കെ ഞാൻ പാരന്റ്സ് ആയിട്ടുള്ള ആളുകളെ കാണുന്നത്. അപ്പം ഇനി അതല്ലാത്തവരുടെ കേസ് എനിക്ക് എങ്ങനെയാന്ന് അറിയില്ല. അപ്പം എനിവേസ്, ഞാനും എന്റെ പാരന്റിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പം ഞാനൊരു പാരന്റ് അല്ലല്ലോ, അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങിനെ പറ്റിയിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഗൈഡ് ആക്ച്വലി പാരന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള സെഷൻസ് എന്ത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ സെറ്റ്. അപ്പം എന്റെ ഉമ്മ എന്ന് പറയുന്നത്, നമുക്കറിയാലോ, ലൈക്ക് എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ആ ഷിഫ്റ്റ് കാണാൻ പറ്റും. അറിവ് വരുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പൊ ഞാൻ പാരന്റിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ ഓരോ ആളുകളുടെ അടുത്തും പറയാറുണ്ട്, പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പൊ നമ്മളിൽ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മളുടെ വേറെ എവിടെയും നമ്മൾ പോകണ്ട. എന്റെ മകനെ നന്നാക്കുന്നുണ്ട്, എസ്പെഷ്യലി 7 വയസ്സിന്റെ ഒക്കെ താഴെയുള്ള കുട്ടികളിലൊക്കെ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നോക്കിയാൽ മതി. എന്നിൽ എന്ത് ചേഞ്ച് വരുത്താൻ ഉണ്ടാവും നോക്കിയാൽ മതി. അവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അവിടെയാണ് എന്ത് ചെയ്യാനുള്ളത്, വർക്ക്ഔട്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനുള്ളത് എന്നുള്ളത്. നമ്മളൊരു പാരന്റ് എന്നതിലുപരി അവിടെ ഒരു മെന്റർ റോളിലേക്കും കൂടി കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമ്പോൾ, കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആവാൻ നമുക്ക് പറ്റുമ്പോൾ, നമ്മളുടെ കുട്ടികളിലും അതിനനുസരിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ചേഞ്ചസും ഷിഫ്റ്റുകളും ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മ ഇതുപോലെ ഗൈഡിന്റെ ഒരു പാരന്റിങ് സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം എന്നെ വളർത്തിയ രീതിയും എന്റെ അനിയത്തിമാരെ ഇപ്പൊ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന രീതിയും എനിക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, നമ്മളുടെ പാരന്റിങ് രീതികൾ മാറുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങളോട് നമ്മള് എന്താ പറയാ, നമ്മുടെ നിലപാടുകൾ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് നോക്കിക്കാണുന്ന രീതികൾ മാറുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ആ കുട്ടികളിലും മാറ്റം സംഭവിക്കാൻ തുടങ്ങും, ആ വീടിലും മാറ്റം സംഭവിക്കാൻ തുടങ്ങും. അത്രമാത്രം ഒരു ഷിഫ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമ്മുടെ വീടിനൊക്കെ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പി ഒരു എൻവയൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളൊന്ന് നമ്മളിൽ വർക്ക് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ. കാരണം നമ്മൾ പറയല്ലോ, ഒരു ഹാപ്പി ആയിട്ടുള്ള പാരന്റ് ആണ് ഒരു ഹാപ്പി ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടുള്ള സന്തോഷത്തിലുള്ള പാരന്റ്സ് ആവുമ്പോൾ, എന്റെ സെൽഫിനായിട്ട് തന്നെ ഞാൻ സന്തോഷത്തിലാവുമ്പോൾ ആ വീടിനെ എനിക്ക് സന്തോഷത്തിലാക്കി മാറ്റാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മാലപ്പടക്കം പോലെ എന്റെ ഉള്ളിലുള്ള എന്തോ ഒരു പ്രശ്നം ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മക്കളിൽ തീർത്തുകൊണ്ടിരിക്കും. ചിലപ്പോ അങ്ങനെ ചെയ്തു പോയിട്ടുള്ള ആളുകളും ഉണ്ടാവും. അല്ല, ഇപ്പൊ ഇതൊക്കെ പഠിച്ചപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാ, ഓ അങ്ങനൊന്നും അല്ലായിരുന്നു അപ്പൊ പാരന്റിങ് ചെയ്യേണ്ടത്, വേറെ രീതികളിലായിരുന്നു, വേറെ ഷിഫ്റ്റ് ഒക്കെ കൊണ്ടുവരണമായിരുന്നു, ഇങ്ങനെയൊക്കെയാണല്ലേ പാരന്റിംഗ് എന്നൊക്കെ ചിലപ്പോ ഇത് ലേൺ ചെയ്തതിന് ശേഷം പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, അതിലൊന്നും നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. അല്ല, ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച് പോയിട്ടുള്ള കാര്യങ്ങളിലൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സംഭവം ഉണ്ട്, നമ്മൾ ഏത് കാര്യവും അറിയുന്നത് അതിൻ്റെതായിട്ടുള്ള റൈറ്റ് ടൈമിങ്ങിലാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഒരു അറിവ് അറിയുന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. നമ്മൾ അറിയേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈമിങ്ങിലായിരിക്കും അത് നമ്മളിൽ വന്ന് ചേരാം. അപ്പൊ എവിടെയെങ്കിലും ഇതൊക്കെ ഒന്ന് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ ഞാൻ ഇതൊക്കെ 10th പഠിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു സംഭവം, എന്തൊരു ഭാഗ്യാണല്ലേ ആ ടൈമിങ്ങിൽ തന്നെ അറിയാൻ പറ്റിയത് എന്നുള്ളത്. പക്ഷെ ഞാനപ്പോ നേരെ തിരിച്ചു ചിന്തിക്കാറുണ്ട്, ഞാൻ എങ്ങാനും ആ ടൈമിലല്ല അറിഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ മൈൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴൊന്നല്ല അറിയുന്നത്, ഏകദേശം ഇപ്പൊ ഒരു കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞ് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 40നോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ഞാനിത് അറിയുന്നതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പോട്ടെ, എന്റെ ഇപ്പോഴത്തെ ഏജിലൊക്കെ തന്നെ ഞാനിത് അറിയുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഒരിക്കലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കൂല എന്നുള്ളത്. ഞാൻ ഭയങ്കര ലോജിക്കൽ മൈൻഡ് ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നും ഈ ഏജില് ഇത് അറിഞ്ഞിട്ട് ഇത് വിശ്വസിച്ച് ഇതിലേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, സെൽഫിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അവര് ശരിക്കും എന്താ പറയാ ഒരു കയ്യടി അവർ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം ഏകദേശം നമുക്ക് കുറച്ചൊക്കെ ഏജ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്പിംഗ് ഒക്കെ നിന്ന് പോയിട്ടുണ്ടാവും. ഒരു 22 ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്പിംഗ് ഒക്കെ ഏകദേശം എന്താ പറയാ, അതായത് ഏകദേശം കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നു, നമ്മുടെ ബിലീഫ് പാറ്റേൺസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടുന്ന് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ അറിയുമ്പോൾ സെൽഫിൽ വർക്ക് ചെയ്യാനും അവിടെ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാനൊക്കെ നമ്മൾ റെഡി ആയി വരാന്ന് പറയുന്നത് അത് ലൈഫിൽ അത്രയും ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. എവിടെയെങ്കിലൊക്കെ ഒരു നന്മ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ നന്മ ഉള്ളവർക്കും ആ ഭാഗ്യമുള്ളവർക്കേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറെ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ചിന്തിച്ചില്ല, ഇനിയും അങ്ങനെ തന്നെയൊക്കെ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ മാറിപ്പോകും എന്നുള്ളതാണ്. അപ്പൊ അവിടുന്ന് നമ്മൾ വളരാനും അറിയാനും അനുഭവിക്കാനും പുതിയ തലങ്ങളിലേക്ക് പോകാനും ഒക്കെ ഉള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് നമ്മൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകളാണ്, നമ്മളും കുട്ടികളാണ് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞു എന്റെ ഏജിലുള്ള ഒരു മോളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ഒരേ ഏജ് കാറ്റഗറിയാണ്. നമ്മൾ പഠിക്കാൻ വരുന്ന സമയത്ത്, നമ്മൾ അറിവ് അഭ്യസിക്കാൻ ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കുട്ടികളാണ് എന്നുള്ളതാണ്. എല്ലാവരും അവിടെ കുട്ടികളാണ്. അതാണ് അതിന്റെ ഒരു രസം. അപ്പോഴാണ് നമുക്ക് ആ യുവത്വമൊക്കെ അങ്ങോട്ട് തിരിച്ചു കിട്ടുക. അപ്പൊ നമ്മൾ എന്തോ വലിയ ആളുകളെന്നല്ല, നമ്മളൊക്കെ കുട്ടികളാ. അപ്പൊ നമുക്ക് തെറ്റ് പറ്റാം, പക്ഷെ തെറ്റിൽ നിന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാവും. കുട്ടികളാണല്ലോ അല്ലെ, തെറ്റ് പറ്റി കഴിഞ്ഞാലും എറേസർ ആയിട്ട് മായ്ക്കാൻ പറ്റില്ല, റബ്ബർ ആയിട്ട് മായ്ക്കാൻ പറ്റില്ല അവർക്കല്ലേ. മറ്റേ മുതിർന്ന ആളുകളൊക്കെ ആകുമ്പോൾ പെന്നും ലാപ്പും ഒക്കെ ആയിരിക്കും. പക്ഷെ ചെറിയ കുട്ടികൾക്കാണ് പെൻസിലേറ്റ് എഴുതിയാലും ഇനിയിപ്പം സ്ലേറ്റിലൊക്കെ എഴുതി കഴിഞ്ഞാലും വീണ്ടും മായ്ക്കാനുള്ള പൂർണ്ണ അധികാരമുള്ളത് ചെറിയ കുട്ടികൾക്കാണ്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മളൊക്കെ കുട്ടികളാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളാണ്. കുട്ടിയായിട്ട് മനസ്സിൽ കുട്ടിത്വം ഇല്ലാത്ത ഒരാൾക്കും ഒരിക്കലും ഒന്നും ലേൺ ചെയ്യാൻ പറ്റില്ല. പുതിയ കാര്യങ്ങൾ അറിയുന്നിടത്ത് അവർ വരെയില്ല. അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കല് ഇതൊക്കെ എനിക്ക് അറിയാലോ, ഇതൊക്കെ ഇപ്പൊ ഞാൻ എത്ര കേട്ടതാ, ഇങ്ങനത്തെ രീതിയിലായിരിക്കും അവരത് ചോദിച്ചു വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാ. പക്ഷെ നമുക്കിത് നീഡഡ് ആണ്, എനിക്കിത് ആവശ്യമാണ്, എനിക്ക് ഇനിയും അറിയണം എന്ന് നമുക്ക് എവിടെയെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ കുട്ടി ഉള്ളതുകൊണ്ടാണ്. ഒരു കുട്ടി അറിവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. യെസ്,
നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെയൊക്കെ നമുക്ക് ചെറിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ അതിന് നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പോ നമ്മുടെ മെഗാ ഇവന്റിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഈ മെഗാ ഇവന്റിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഫോർമേഷനാണ്. നമ്മുടെ ബ്രെയിൻ ഇപ്പൊ മൈൻഡിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടും നമ്മുടെ മനസ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ബ്രെയിന് 80 വയസ്സുള്ള ഒരാളുടെ ബ്രെയിൻ പോലും വീണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ ബ്രെയിന് ഈ മൊമെന്റില് മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ മൈൻഡ് ഈ മൊമെന്റിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ഇൻഫർമേഷൻസ് എന്റെ മൈൻഡ് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിലാകെ 10-11 കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ളത്. എന്നാലോചിക്കുക, ഈ മൊമെന്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും ലക്ഷക്കണക്കിന് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ആകെ കുറച്ച് കാര്യങ്ങളല്ല നമ്മൾ കോൺഷ്യസ്ലി അറിയുന്നുള്ളൂ. അല്ല, ചിലപ്പോൾ ഞാൻ സെഷനിൽ ഇരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടാവും, ഇപ്പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയുന്നുണ്ടാവും, എന്റെ ഫോണിൽ നോക്കിയിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഫോണിൽ വരുന്ന ചില മെസ്സേജസ് ഞാൻ അറിയുന്നുണ്ടാവും, പ്രോസസ് ചെയ്തെടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ എന്റെ തന്നെ ഭംഗി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടാവും, എന്റെ തന്നെ ഒരു മൊഞ്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ മൊത്തം എടുക്കൊക്കെ നോക്കല്ലോ, ഇത് നോക്കുന്നുണ്ടാവും. ഇതല്ലാണ്ട് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും ഒരുപാട് കാര്യങ്ങൾ ചുറ്റിലും നമ്മുടെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ചു. നമ്മുടെ ബ്രെയിൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബ്രെയിനിന്റെ ആ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഈ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഓരോ സെൽസിന് പോലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ചിന്തകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരേ കാര്യത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ ബ്രെയിനിലും ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നത്തെ പറ്റി ചിന്തിച്ചിരിക്കുന്നതിൽ പകരം നമ്മുടെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട്, എന്റെ കഴിവുകളെ പറ്റിയിട്ട് ഇരുന്നോണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ബ്രെയിനിൽ ഇതിനെ കുറിച്ചിട്ടുള്ള പാറ്റേൺ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്റെ തലച്ചോറിന്റെ അകത്ത് ഇതിനെ പറ്റിയിട്ടുള്ള പാറ്റേൺ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഗ്രോത്ത് എന്തൊക്കെയാണ്, എന്റെ നല്ലത് എന്തൊക്കെയാണ്, എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എന്റെ ലൈഫിലുള്ള എന്താ പറയാ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, ഇതിലേക്കൊക്കെ നമ്മുടെ ഫോക്കസ് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഈ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ലൈഫിലുള്ള കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാനും ജോയസ് സ്റ്റേജിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനും പറ്റിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ച് നമ്മളുടെ ഫോക്കസ് നേരെ എന്തൊക്കെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചിരിക്കാൻ. കാരണം എന്താ വെച്ചാല് ഞാൻ ഇമോഷൻസിനെ പറ്റിയിട്ടുള്ള ചില സെഷൻ എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അതായത് ഈ ചില ആളുകള് നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരും, നല്ല ജെന്യൂൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും, നമുക്ക് സങ്കടപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ചില ആളുകൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പല പ്രോബ്ലംസ് വരുമ്പോ നമ്മള് അതിൽ തന്നെ ഇരിക്കാതെ നമുക്ക് ജീവിതം ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ വിച്ച് മീൻസ് നമുക്ക് ഇനിയും ജീവിക്കാനുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇപ്പോഴും ശ്വസിക്കാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ ചില ആളുകൾ ചെയ്യുന്ന സംഭവം, എന്തെങ്കിലും ഒരു ഇമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ മണിച്ചിത്രത്തായി മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ശോഭന ഇങ്ങനെ എന്താ പറയാ നാഗവല്ലിന്റെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഇത് അതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്, അല്ലെ? പാരമ്പര്യമായിട്ട് എടുത്തു വെച്ച് സൂക്ഷിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളാ. ഇതുപോലാണ് ചില ആളുകൾ ഇമോഷൻസ് ഒക്കെ എടുത്തു വെക്കാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടാലോ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ എപ്പോഴോ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഈ മണിച്ചിത്രത്തായിന്റെ ഇതിങ്ങനെ എടുത്തു വെക്കുന്നത് പോലെ സൂക്ഷിച്ചെടുത്തു വെക്കും. നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കുറ്റൊക്കെ പറഞ്ഞാല് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചെന്നാല് നമ്മൾ ഇതെന്തോ വലിയ ഈ ഗോൾഡ് ഒക്കെ കിട്ടുമ്പോ ചിലവർക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഇതിനേക്കാളും വലിയ ഹാപ്പിനെസ് ആയിരിക്കും ചില ആളുകൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോ. ഹാപ്പിനെസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും വലിയ ട്രഷർ ആയിരിക്കും. ഇത് ഒരിക്കലും വിട്ടുകൊടുക്കൂല. എന്നാലും നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. കാരണം ഈ ഇമോഷൻസ് എന്തോ ആണ്, ഇതില്ലാണ്ട് ഇത് ജീവിതം ഇല്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് ചില ആളുകൾ അതിനെങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ പിന്നിൽ നമ്മുടെ തലച്ചോറിന്റെയും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെയാണ് നമ്മൾ അതിനെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ നേരെ തിരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വന്നിട്ട് നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ചിലപ്പോ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം അത് നന്നായിട്ടുണ്ട് കേട്ടോ, അല്ലെ? ഇപ്പൊ നമ്മളെ ഹസ്ബൻഡ് ആയിട്ട് എന്തെങ്കിലും അത് നന്നായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുകയാണെങ്കിൽ ആ പറഞ്ഞ സംഭവം നന്നായിട്ടോ, അങ്ങനെ ചെയ്തത് നന്നായിട്ടോ, ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് നമുക്ക് ഏതുപോലെയാണ് മറ്റേ ഈ പ്രേതത്തിനെ നമ്മൾ എന്ത് ചെയ്യും, പൂജ ചെയ്ത് ഒഴിപ്പിക്കല്ലോ, ഇതുപോലെയാണ് ഈ സാധനങ്ങൾ ഒഴിപ്പിക്കുക. ഇതൊന്നും കൊണ്ടെടുക്കൂല. എന്തെങ്കിലും ആരെങ്കിലും നമ്മളെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വീട്ടിന്റെ അകത്തേക്ക് കയറ്റുക എന്ന് പറയുന്ന പോലെ ഇതൊക്കെ നമ്മൾ എവിടെയോ മറക്കും. എന്നിട്ട് ഈ ഇമോഷൻസ് മാത്രം എടുത്തു വെക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പ്
നമ്മുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ വ്യക്തിനെ കുറിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മിക്കവാറും നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് മൊമെന്റ്സ് ആയിരിക്കും നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അവര് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇടവും മറന്നിട്ടുണ്ടാവും. ഇനിയിപ്പോ കപ്പിൾസ് ആണെന്ന് വിചാരിക്കുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് ഇരുന്നിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സും അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നല്ല 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 കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചെടുത്ത് നോക്കാം. അപ്പം തന്നെ ബ്രെയിന് നമ്മുടെ ഇമോഷൻ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കാണാൻ പറ്റും. നമുക്ക് അവരോടുള്ള ഫീലിങ്സ് മാറി വരണേ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മുടെ മൈൻഡിന്റെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യാണ് ഓർമ്മയും മറവിയും. രണ്ടും ഒരുപോലെ നമ്മുടെ ഭാഗ്യമാണ്. ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റാന്ന് പറയുന്നത് നമുക്ക് അല്ലെ, ചില മൊമെന്റ്സ് ഒക്കെ വളരെ ഇഷ്ടമുള്ള ചില മൊമെന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റാന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അതേപോലെ തന്നെയാണ് മറവിയും. ചില ഓർമ്മകളൊക്കെ നമുക്ക് എത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പൊ അതിനൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം നമ്മള്. അപ്പം റിലേഷൻഷിപ്പിലൊക്കെ നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ പണ്ട് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ബ്ലെസ്ഡ് ആണ് ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടുകൾ എന്നുള്ളത്. അത് നമുക്ക് അങ്ങനെ ക്ലിയർ ആവുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത്ര നല്ല ആളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ എന്നെ പറ്റി എന്ത് പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്തു എന്നുള്ള സംഭവമായിരിക്കും. നേരെ തിരിച്ച് നമ്മളുടെ ഫോക്കസ് ഇങ്ങനെ പോകുമ്പോ തന്നെ ആ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. കാരണം നമ്മളും ആളുടെ നന്മയിലേക്ക് ഫോക്കസ് ചെയ്യും. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആൾക്കും നമ്മളെ അടുത്ത് നിന്ന് ഭയങ്കര ഒരു എനർജി കിട്ടും. അപ്പൊ ആ റിലേഷൻഷിപ്പിന് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും, നമ്മൾ ഭയങ്കര കാം ആയിരിക്കും. ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് എവിടെയോ എനിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം അൺകോൺഷ്യസ്ലി വരുമ്പോ നമ്മൾ ഈ പ്രഷർ എല്ലാം കൂടി ഈ പ്രഷർ എല്ലാം കൂടി നമ്മൾ പോയിട്ട് കുക്കർ പൊട്ടിത്തെറിച്ച പോലെ ചിലപ്പോൾ ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കും, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളെടുത്തായിരിക്കും പൊട്ടിത്തെറിക്കുക. എവിടെങ്കിലൊക്കെ ഈ കുക്കർ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ അങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പം ഇതിങ്ങനെ പ്രഷർ പോലെ അതിന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്, അല്ലെ? പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താ? പ്രഷർ മൊത്തം അതിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. അതൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അല്ലെ? കുക്കറൊക്കെ തുറക്കുമ്പോൾ നമ്മൾ പറയല്ലോ അതിന്റെ ഉള്ളിലുള്ള പ്രഷറൊക്കെ പോയിട്ട് തുറന്നാൽ മതി എന്നുള്ളത്. അതല്ലാണ്ട് നമ്മൾ തുറക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പം ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് പ്രഷറിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അങ്ങനെ തന്നെ അങ്ങോട്ട് നിൽക്കാം. വായ തുറക്കാൻ പോവാതെ ഒന്നും ചെയ്യാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിൽക്കാം. ഓക്കെ, കുറച്ചൊന്ന് ശ്വാസമൊക്കെ ഒന്ന് താത്തിയൊക്കെ വിട്ട് ശ്വാസത്തിലേക്കൊക്കെ ഒന്ന്, ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കാന്ന് പറയുന്ന മെഡിറ്റേഷനിൽ മാത്രം ഇരിക്കുമ്പോൾ ചെയ്യേണ്ട സംഭവമല്ല. അത് ഭയങ്കര ഒരു നല്ല എക്സസൈസ് ആണ്, നമ്മൾ ബ്രീത്തിലെ ഫോക്കസ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ പറയില്ലേ ഈ ദേഷ്യമൊക്കെ അങ്ങോട്ട് പിടിച്ചു വരുമ്പോ തന്നെ ശ്വാസത്തിന്റെ ടോൺ തന്നെ മാറും, അല്ലെ? ശ്വാസത്തിന്റെ ടോൺ തന്നെ മാറും. നമ്മളൊന്ന് നോക്കിയാൽ മതി. ഈ സീരിയലിലൊക്കെ ദേഷ്യം പിടിച്ചെടുക്കുന്ന അമ്മായിമ്മനെ കാണിക്കൽ തന്നെ എങ്ങനെയാ, ശ്വാസം ഇങ്ങനെ ഉയർത്തി വിട്ടോണ്ടിരിക്കും, ഇങ്ങനെ വിട്ടോണ്ടിരിക്കല്ലേ. ദേഷ്യം പ്രൊജക്റ്റിൽ കാണിക്കുന്നത് തന്നെ അങ്ങനെയാ. ശ്വാസത്തിന്റെ താളം മാറുന്നുണ്ട്. നേരെ തിരിച്ച് സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരു മരുമോളെ കാണിക്കുന്നതോ ആ മരുമോള് ഭയങ്കര കാമായിരിക്കും, അല്ലെ? അപ്പൊ ശ്വാസം എടുക്കുന്നതും അതിനനുസരിച്ച് കാമായിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ബ്രീത്തിനും നമ്മുടെ ലൈഫിനും ഭയങ്കര ബന്ധമുണ്ട്, അല്ലെ? കാമായിട്ട് ഉറങ്ങുന്ന ഒരാള് ഭയങ്കര എന്താ പറയാ കാമായിട്ടായിരിക്കും ബ്രീത്ത് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്ക് തോന്നും ഇവര് ഇല്ലേ ആള് പോയോ, കാരണം എടുക്ക് ശ്വാസം വലിക്കുന്ന ഒച്ച പോലും നമ്മൾ കേൾക്കില്ല. അത്രയും കാമായിരിക്കും അവര് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ച് നമ്മൾ ഭയങ്കര പ്രഷറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് ടോൺ അങ്ങ് മാറും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന നിൽക്കുന്ന മൊമെന്റ് ഉണ്ടെങ്കിൽ ഒരു മൊമെന്റ് ഒന്ന് അവിടുന്ന് പോസ് ചെയ്യാം. ഓക്കെ, പോസ് ചെയ്തിട്ട് ഒന്ന് അസസ് ചെയ്യാം. ഓക്കെ, പോസ് ചെയ്ത് നിന്നിട്ട് ഒന്ന് മാറി നിന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ആ ഇമോഷനിൽ അങ്ങ് നിൽക്കുമ്പോ പിന്നെ നമ്മൾ നാഗവല്ലിയാണ്, ആ കഥാപാത്രം അങ്ങ് ഏറ്റെടുക്കാണ്, അല്ലെ? അങ്ങനെ ഓരോ നാഗവല്ലികളും നമ്മൾ പലപ്പോഴും ആവാറുണ്ട്. ഇപ്പൊ ഇതില് മോനേറ്റുന്ന് പൊട്ടിത്തെറിച്ചു എന്ന് അറിയാം. അപ്പൊ നമ്മളവിടെ നാഗവല്ലിയായി മാറാണ്, അല്ലെ? ആ ക്യാരക്ടറിലേക്ക് അങ്ങ് ഇറങ്ങാണ്. പകരം നമ്മൾ ചെയ്യേണ്ടത് ആ ഇമോഷൻ വരുമ്പോ ഒന്ന് മാറി നിൽക്കാം. മാറി നിൽക്കുക ഇൻ ദ സെൻസ്, ഞാനിപ്പം എന്താ പറയാ ഫോണിൽ നിന്നിട്ടാണ് എനിക്ക് ദേഷ്യം പിടിച്ചതെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി എവിടേക്കെങ്കിലും പോകാന്നുള്ളതല്ല, നമ്മുടെ മൈൻഡിൽ തന്നെ ഒന്ന് മാറി നിന്ന് നോക്കാം. ഓക്കെ, അതായത് ആ ഇമോഷനെ ഞാനായിട്ട് കാണുന്നതിന് പകരം ഇപ്പൊ ഞാൻ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കാം, അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഞാൻ ദേഷ്യം കൊണ്ട് ചെയ്തതാട്ടെ, എനിക്ക് ദേഷ്യം വരണ്ട, അടങ്ങി നിന്നോ. ഞാൻ ദേഷ്യവും എന്നെയും ഒന്നാക്കി കാണാണ്. പകരം ഈ ദേഷ്യത്തിന് അവിടെ നിർത്തിയിട്ട് ഞാനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇമോഷൻ വരുന്നുണ്ട്, പക്ഷെ ആ ഇമോഷൻ അല്ല ഞാൻ. ഈ ദേഷ്യത്തിലൊന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നും എന്തിനാ ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്തതായിട്ട് ഒരു ആവശ്യമില്ല, അന്നേരത്തെ ഒരു ഷൂട്ടിൽ ചെയ്തു പോയതാ,
വിഷ് മീൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല, അത് അന്നേരം വന്ന എന്തോ ഇമോഷനാണ്, എന്തോ വികാരമാണ്. അപ്പം ആ മൊമെന്റിൽ തന്നെ നമ്മൾ ഇതിനൊന്ന് മാറ്റി നിർത്തി കാണാം. ഓക്കെ, ഇമോഷൻ വേറെ, ഞാൻ വേറെ, അങ്ങനെ കാണാം. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തായി, അതായിട്ട് ഡിസോസിയേറ്റ് ആയി. അതിനൊന്നും ടൈം കിട്ടില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ഈസ് പ്രോഗ്രാം ടു ആക്ട്. നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാംഡ് ആണ് അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ദേഷ്യം വരുന്നു, കൊടുക്കുന്നു, ഇത് ശീലായി. ഓക്കെ, ദേഷ്യം വരുന്നു, അത് എവിടെങ്കിലും പ്രകടിപ്പിക്കുന്നു, ഇത് ശീലായി. അപ്പൊ ആ ശീലത്തിൽ നിന്ന് നമ്മളെ മാറ്റി കൊണ്ടുവരാന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ നമ്മൾ അതിലേക്കുള്ള എഫേർട്ട് എടുക്കണം. ഓക്കെ, ആദ്യം മൈൻഡിന് അങ്ങനെ ഒരു തോട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ അത് മെല്ലെ നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഓർമ്മ വരുമ്പോൾ അത് നെഗ്ലക്ട് ചെയ്യല്ലേ വേണ്ടത്, അതിൽ ആക്ഷൻ എടുക്കാം. ഓക്കെ, ഈ 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യണം തോന്നി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുന്നതിന്റെ മുന്നേ അത് 5 സെക്കൻഡിന്റെ ഉള്ളിൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയായി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ദേഷ്യത്തിൽ ആക്ട് ചെയ്യല്ലേ വേണ്ട, ഞാൻ ഒന്ന് ഇതിനെ മാറി നിന്ന് കാണാം, ഈ ദേഷ്യം വേറെ, ഞാൻ വേറെ എന്നൊന്ന് കാമായി നിന്ന് കണ്ടിട്ട് ഒന്ന് എന്റെ ബ്രീത്തിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഞാനല്ലോ ഈ മെഡിറ്റേഷനിൽ മാത്രം ശ്വാസം ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും വിട്ടിട്ട് കാര്യമില്ല, അതല്ലാത്ത സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം ഒന്ന് കുറച്ചു നേരം ഒന്ന് കാമായി ഇരുന്നിട്ട് ഒന്ന് അതിനെ പറ്റിയിട്ട് ഒന്ന് അസസ് ചെയ്ത് ചിന്തിച്ച് നോക്കാം. ഇത് എപ്പോ ചെയ്യണം എന്നറിയാം, നമുക്കത് തോന്നിയ സ്പോട്ടിൽ അതിൽ ആക്ഷൻ എടുക്കണം. അതല്ലാണ്ട് വീണ്ടും നമ്മുടെ മൈൻഡിന്റെ ഫോക്കസ് എങ്ങോട്ട് കൊടുക്കരുത്, എനിക്ക് ദേഷ്യം പിടിച്ച കാര്യത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും ആ ഇമോഷനോട് കൂടിയിട്ട് നോക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോ എന്ത് ചെയ്യും, നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതില് മാസ്റ്റേഴ്സ് ആയിട്ട് മാറും. ഒരൊറ്റ വട്ടം തന്നെ ചിലപ്പോൾ നമുക്കത് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, എനിക്ക് ദേഷ്യം വന്നിട്ട് അന്നേരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്റെ പ്രശ്നമാണ്. പക്ഷെ അത് പകരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരാണെന്നുള്ളതാണ്. പ്രശ്നം എന്റേതാണെന്നുണ്ടെങ്കിലും അതിനുള്ള ഇമ്പാക്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ എന്റെ മക്കളായിരിക്കാം, ചിലപ്പോൾ എന്റെ പേരക്കുട്ടികളായിരിക്കാം, ചിലപ്പോൾ എന്റെ ഹസ്ബൻഡ് ആയിരിക്കാം. ചുറ്റുള്ളവരാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരല്ലല്ലോ അനുഭവിക്കേണ്ടത്, ഞാൻ തന്നെ ഒരു റോൾ എടുത്ത് ക്ലിയർ ചെയ്യേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് റോൾ എടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ ക്ലിയർ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. എന്നെ കൊണ്ട് എന്തൊക്കെ സാധ്യമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന സമയത്താണ്. അതല്ലാണ്ട് നമുക്ക് ഇപ്പൊ പാറ്റേൺ ആണ്, ഞാൻ അങ്ങനെ ആയി പോകുന്നുള്ളത്, അതൊക്കെ നമ്മളുടെ എക്സ്ക്യൂസുകളാണ്. ശരിക്കും ഒരു മനുഷ്യൻ എനിക്ക് മാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ സെൽഫ് അതിനനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ ആദ്യം ഞാൻ എന്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കൂടെ നോക്കുമ്പോൾ എന്റെ ഉള്ളിൽ ശരിക്കും ഒരു ആഗ്രഹം ഉണ്ടോ ഇത് മാറ്റിയെടുക്കണം എന്നുള്ള, ഇത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ശരിക്കും വെറുതെ ഒരു ആഗ്രഹം. മാറിക്കിട്ടിയാൽ നല്ലത്. ചില ആളുകളുടെ ആഗ്രഹം അങ്ങനെ, മാറിയാ നല്ലത്, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, മാറിക്കിട്ടിയാ നല്ലത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥമായിട്ട് എനിക്ക് അതിൽ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മളെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റാം. ഓക്കെ, പതഞ്ജലി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. പതഞ്ജലി പറഞ്ഞിട്ടുള്ള ഒരാള് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ഓക്കെ, അദ്ദേഹം ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റില്, എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രൊജക്റ്റിൽ നമ്മൾ ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ചിന്തകളൊക്കെ അതിന്റെ ബോണ്ട് മറികടക്കും. നമ്മുടെ ലിമിറ്റേഷൻസ് ഒക്കെ മറിയും. എന്തുകൊണ്ടാണ് നമുക്ക് ചെറിയ കാര്യങ്ങളിൽ ദേഷ്യം പിടിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ മൈൻഡിൽ ഫോക്കസ് ചെയ്യാൻ വലിയ കാര്യങ്ങളില്ല. വലിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്തായിട്ട് തോന്നും? ചെറിയ കാര്യങ്ങളെ തന്നെ തോന്നിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമ്മൾ പറയില്ലേ, നമ്മളുടെ മൈൻഡിന്റെ വൈബ്രേഷൻ എവിടാ കെടുക്കണമെന്ന് നമ്മൾ നോക്കണം എന്നുള്ളത്. നമ്മൾ ചിലപ്പോ എങ്ങനെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്റെ വീട്ടിന്റെ ഉള്ളിലെ വൈബ്രേഷൻ ആയിരിക്കും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചില ആളുകള് ഇരിക്കുന്നോണ്ടിരിക്കുന്ന അവരുടെ ആ ദേഷ്യത്തൊക്കെ ചെറിയൊരു സ്പേസിലെ വൈബ്രേഷൻ ആയിരിക്കും. ചില ആളുകളാണെങ്കിൽ ചിലപ്പോ കാലിക്കറ്റിന്റെ വൈബ്രേഷനിലായിരിക്കും ഇരിക്കുക. ചില ആളുകൾ ഇരുന്നോണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ വൈബ്രേഷനിലായിരിക്കും. അവരറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ലോകത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, ഈ ലോകം എന്തിലൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവരറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട്, അപ്പൊ നമ്മൾ അറിയില്ല, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചെറിയ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ദേഷ്യം പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മൈൻഡ് എന്തിലോ ഫോക്കസ്ഡാ. വലിയൊരു കാര്യത്തിൽ നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മളുടെ ദൈവത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഈ പ്രകൃതിയിലേക്കായിരിക്കും, ഈ പ്രപഞ്ചത്തിലേക്കായിരിക്കാം. അതിന്റെ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെറുതായി പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് അതിനേക്കാളും വലിയ വൈബ്രേഷനിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ അങ്ങനെ ബീച്ച് അതൊന്നും മ്യൂട്ട് ചെയ്യോ? അപ്പൊ അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളുടെ പ്രശ്നങ്ങളും ഒക്കെ മാറും. ഒക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരണത് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ വാക്കുകൾ ബാക്കിയുള്ള ആളുകൾക്ക് ആശ്വാസമായിട്ട് മാറും. ആ രീതിയിൽ നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കൂടുതൽ അറിയാൻ, കൂടുതൽ അറിയാനുള്ള ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ കുട്ടി ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള അറിവുകൾ അറിയാൻ താല്പര്യമുള്ള ഒരു കുട്ടി, ആ കുട്ടീനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടേ ഇരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണമെന്നില്ല. 2-3 കാര്യങ്ങളൊക്കെ പോട്ടെ, എന്നാലും ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മുടെ ബ്രെയിന് ഒരേ സമയം ലക്ഷക്കണക്കിന് കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിത് സംസാരിക്കുമ്പോഴും ഞാൻ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും എന്ത് ചെയ്തത്, നിങ്ങൾ ഓരോരുത്തരും ശ്വാസത്തിനെ പറ്റി തന്നെ ആലോചിച്ചത്. പക്ഷെ ആ മൊമെന്റിൽ പോലും നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെഷൻ ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോ പോലും എന്റെ ഹൃദയം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ, എന്റെ ശരീരത്തിലൂടെ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്റെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഫങ്ഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ. എന്റെ ചിന്തകളെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ബ്രെയിൻ അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലൊന്നും കോൺഷ്യസ് അല്ല. പക്ഷെ എത്ര എഫക്റ്റീവ് ആയിട്ടാണ്, എത്ര അടിപൊളിയായിട്ടാണ്, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അതേ സമയത്ത് കൃത്യസമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു വട്ടം തീയിൽ കൈയിട്ടു ഞാൻ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും എന്റെ കൈ ഞാൻ പോലെ അറിയാണ്ട് വലിക്കുന്നുണ്ട്, അല്ല, ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ ഇങ്ങനെ വലിച്ചു പോകുന്നുണ്ട് നമ്മള്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ കോൺഷ്യസ്ലി അല്ലാതെ എന്റെ ബ്രെയിൻ എങ്ങനെയാ ഈ സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് അത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏജ് ഒന്നും ഒരു പ്രശ്നമല്ലാണ്ട്, ഞാൻ പറയല്ലോ 80 വയസ്സിലപ്പുറം, ഇപ്പൊ ലേറ്റസ്റ്റ് സയന്റിസ്റ്റുകളുടെ, ശാസ്ത്രജ്ഞന്മാരുടെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം പ്രകാരം 80 വയസ്സ് ആയി കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ബ്രെയിനിന്റെ ഡെവലപ്മെന്റും ഗ്രോത്തും ഒരിക്കലും നിൽക്കുന്നില്ല. ബ്രെയിൻ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കുട്ടികളുടെ ബ്രെയിനൊക്കെ അറിയാലോ, അവര് ചില പാരന്റ്സ് എന്ത് ചെയ്യും, ചെറുപ്പത്തിലേ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ബ്രെയിനിന്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അവരുടെ മെമ്മറി പവർ, അല്ലെ, ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ കൊടുത്ത് അവരുടെ മെമ്മറി പവർ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. അപ്പൊ അത് ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യുന്ന, ചെറുപ്പത്തിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെ. ചില ആളുകൾ മലയാളം പഠിക്കുന്നത്, അറബി പഠിക്കുന്നത്, ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് നമ്മുടെ ചെറിയ പ്രായത്തിലാണ്. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മുടെ ബ്രെയിന് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തോണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനനുസരിച്ച്, പുതിയ സ്കില്ല് ലേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഒന്നൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കുക, എന്നാണ് ഞാൻ ലാസ്റ്റ് ഒരു കാര്യം ലേൺ ചെയ്തത്, ലാസ്റ്റ് എന്നാണ് ഞാനൊരു പുതിയ സ്കില്ല് ലേൺ ചെയ്തത്. ഒരു പുതിയ സ്കില്ല് ഞാൻ എപ്പോഴാണ് ഏറ്റവും അവസാനം ലേൺ ചെയ്തത്, ഒരു പുതിയ കഴിവ് ഞാൻ എപ്പോഴാണ് ഏറ്റവും അവസാനം ലേൺ ചെയ്തത്, ഒന്നൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ കഴിവുകളെ നമ്മളിങ്ങനെ വികസിച്ച് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ചില ആളുകളെ പറ്റി പറയാറുണ്ടായിരുന്നു, അതായത് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈ റീഡിങ് എന്ന് പറയുന്നത്, അല്ലെ, നമ്മളൊക്കെ വായിക്കാൻ നമുക്കൊക്കെ അറിയാം. പക്ഷെ ഈ വായനക്ക് ഒരു സ്പീഡ് ഉണ്ട്. ആദ്യം നമ്മൾ വായിച്ചപ്പോ തപ്പിട്ടാ വായിച്ചത്. കഴിഞ്ഞ് വായിക്കാൻ ചിലപ്പോ നമുക്ക് 5 സെക്കൻഡ് എടുക്കും, അല്ലെ. കര കവിഞ്ഞ് ഒഴുകി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു മിനിറ്റ് തന്നെ ആ സെന്റൻസ് ഫോം ചെയ്യാൻ എടുക്കും. പക്ഷെ പിന്നെ അത് എളുപ്പമായി. പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മുടെ റീഡിങ്ങിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരും. പക്ഷെ ഇതേപോലെ നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചിലപ്പോൾ ഖുറാനൊക്കെ ഒരു ദിവസം കൊണ്ട് തോന്നിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം അവരുടെ റീഡിങ്ങിന്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു, വായനയുടെ സ്കില്ലിനെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, അത് ചെയ്തില്ല. കാരണം നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് രീതിയിലേക്ക് അതിനെ പാകപ്പെടുത്തുന്നോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രോസസ്സിങ്ങിനെ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്, നമ്മുടെ ബ്രെയിനിനും നമ്മുടെ മൈൻഡിനും ഉണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ പെർഫോമൻസ്, നമ്മുടെ ഫാമിലി മാനേജ്മെന്റ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യും. ഫാമിലിയിൽ എപ്പോഴും നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട സംഭവമാണല്ലോ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും, അതിനനുസരിച്ച് കാര്യങ്ങൾ ഏറ്റവും കാമായിട്ട് ക്ലിയർ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റാന്നുള്ളത്,
അല്ലെ? ഏറ്റവും കാമായിട്ട് ഒരു വെള്ളം ഒഴുകുന്നത് പോലെ കാമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാന്നുള്ള ഒരു സ്കില്ല് നമുക്ക് ഫാമിലി ലൈഫിൽ ഏറ്റവും നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ വാട്ട് ഈസ് നീഡഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യാന്നുള്ളത് തന്നെ നീഡഡ് ആയിട്ടില്ല. അപ്പൊ സെൽഫിൽ എവിടെ വർക്ക് ചെയ്യണം? നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ സ്കില്ലുകൾ ലേൺ ചെയ്യാൻ, പുതിയ അറിവുകൾ അറിയാൻ. നമ്മൾ അറിവ് അറിയുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകൾ നമ്മൾ അറിയുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യും. See, കെട്ടിക്കിടക്കുന്ന വെള്ളവും ഒഴുകുന്ന വെള്ളവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ഇട്ട് കൊണ്ടു കഴിഞ്ഞാൽ അത് ആ വെള്ളത്തിനെ അടുക്കം മലിനമാക്കും. പക്ഷെ നേരെ തിരിച്ച് ഒഴുകുന്ന വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ ഇതും എന്തായി മാറും? ഇതും ശുദ്ധിയായി മാറും. വെള്ളത്തിന്റെ കഴിവ് അതല്ലേ, സ്വയം ശുദ്ധിയാകുകയും ചെയ്യും, മറ്റുള്ളതിനെ ശുദ്ധിയാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അതിനെ എന്താക്കിക്കൊണ്ടിരിക്കും? പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സും വെള്ളം പോലെ ആവണം. വെള്ളം പോലെ ഒഴുകുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ അടുത്ത് ആരെങ്കിലും കുട്ടികളൊക്കെ ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. അങ്ങനെ ഒഴുകുന്ന ഒരു മനസ്സാവണം. അങ്ങനെ ഒഴുകുന്ന മനസ്സാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും ദേഷ്യം പിടിക്കില്ലല്ലോ. ദേഷ്യം പിടിക്കൽ തീ ആവുന്ന സമയത്ത് അത് ആളിക്കത്താന്ന് പറയാം അല്ലെ? ദേഷ്യത്തിനെ നമ്മൾ തീയോടല്ലേ കമ്പയർ ചെയ്യുക? എപ്പോഴെങ്കിലും ദേഷ്യത്തിനെ വെള്ളത്തിനോട് കമ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. തീയോടല്ലേ നമ്മൾ ദേഷ്യത്തിനെ എനിക്കിങ്ങോട്ട് ആളി കേറുന്നുണ്ട്. ആളെന്ന് നമ്മൾ പറയില്ല, എന്തിനോടാ? തീയോടല്ലേ. അപ്പൊ നമ്മൾ തീയായി മാറുന്നതുകൊണ്ടാ. തീ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈഗോസിനെയാണ് ഇതാക്കുന്നത്. നമ്മുടെ ഈഗോനെ ഹേർട്ടാകുമ്പോൾ നമ്മൾ തീയാവും, ആളി കത്തും നമ്മള്. ആ ദേഷ്യം നമ്മൾ എല്ലാവർക്കും കൊടുക്കും അല്ലെ? ഈ അഗ്നിയല്ലേ എല്ലാത്തിനും ചുടാറുള്ളത് ദേഷ്യത്തില്. പക്ഷേ കമ്മിങ് ബാക്ക് ടു വെള്ളം, നമ്മൾ വെള്ളമായി മാറുന്ന സമയത്ത് വെള്ളം അങ്ങനെ ആളിക്കത്തൂല അല്ലെ? വെള്ളം ഒഴുകാണ് ചെയ്യുക. വെള്ളം അതിൻ്റെതായിട്ടുള്ള ബൗണ്ടറിയിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒഴുകി പോകുമ്പോഴുള്ള രസം എന്താന്ന് വെച്ചാൽ അത് ഒഴുകുന്നതിനനുസരിച്ചിട്ട് അത് ബാക്കിയുള്ളതിനെ വൃത്തിയാക്കുകയും ചെയ്യും. അതോടൊപ്പം അതിന് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്കൊരു വെള്ളം പോലെ ആക്കണം, ജലം പോലെ ആക്കണം നമ്മുടെ മനസ്സിനെ. അപ്പൊ ജലം പോലെ ആക്കാന്ന് പറയുമ്പോൾ അതെങ്ങനെയാ? നമ്മുടെ ഹൃദയത്തിനെ ഒഴുകാൻ അനുവദിക്കണം. നമ്മുടെ മനസ്സിലേക്ക് ഒഴുക്കിനെ കടത്തി വിടണം. ആ ഒഴുക്ക് എങ്ങനെ വരാന്ന് വെച്ചാൽ പുതിയ അറിവുകൾ അറിയുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒഴുക്ക് നമ്മുടെ മനസ്സിൽ വരാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ സ്റ്റക്കായിരിക്കും അല്ലെ? ഇങ്ങനെ സ്റ്റക്കായിരിക്കും, ഒഴുക്കില്ലാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പൊ അതിലേക്ക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് പ്രശ്നമാവാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും കംഫർട്ടായി പോകരുത്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കംഫർട്ടായി പോവാതെ എപ്പോഴും നമ്മൾ പുതിയ അറിവുകളെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയ കാര്യങ്ങൾ അറിയുന്നതിനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സീക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ തന്നെ കഴിവുകളെ കണ്ടെത്താനും പുതിയ കാര്യങ്ങൾ അറിയാനും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും പറ്റും. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ ജലമാക്കി മാറ്റണം, വെള്ളം പോലെ ആക്കി മാറ്റണം. ഒരു പുഴ ഒഴുകുന്നത് പോലെ നമുക്ക് അങ്ങ് ഒഴുകാൻ പറ്റണം. അങ്ങനെ ഒഴുകുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മളിലൂടെ പാസ് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ജോയസ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും അറിയാനും അനുഭവിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ജലത്തെ പോലെ ആക്കണം നമ്മുടെ മനസ്സ്. അപ്പൊ ഒഴുക്കുണ്ടോ എന്റെ മനസ്സിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഒഴുക്കുണ്ടോ? ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ അറിയുമ്പോഴത്തേനും നമുക്ക് തോന്നണം എനിക്ക് എന്തൊക്കെയോ അറിയാം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, നമുക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയാത്തതുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെയോ അറിയാന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഏറ്റവും ഒരു വ്യക്തി എത്രമാത്രം അറിയുന്നോ അത്രത്തോളം അവർ തിരിച്ചറിയും എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോഴേ നമ്മൾ എന്തെങ്കിലും അറിയുന്നുള്ളൂ. നമുക്ക് എപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയുന്നുള്ളൂ, അപ്പോഴേ എന്തെങ്കിലും അറിയുന്ന ആളായിട്ട് നമ്മൾ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പം അജ്ഞതയിൽ നിന്ന് നമുക്ക് എന്താ പറയാ കാഴ്ചയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറിവ് നീഡഡാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം എപ്പോഴും അല്ലെ? നമുക്കറിയാലോ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബി സിദ്നി ഇൽമൻ, റബ്ബെ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്നുള്ളത്. അപ്പൊ ആ പ്രാർത്ഥന പോലെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഏത് ഏജിലാണെന്നുണ്ടെങ്കിലും ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും നമുക്ക് അറിവ് വേണം. പുതിയ പുതിയ അറിവുകൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഓരോ ലെവൽ കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവൽ അറിവ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നുള്ളൂ? ഒഴുകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഏത് കാര്യങ്ങളെയും നമുക്ക് ജലം പോലെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാം. അപ്പം ആ ജലത്തിനും എന്തുണ്ട്? ഓക്കെ, ഈ ജലത്തിനും എന്തുണ്ട് എന്നറിയോ? ബൗണ്ടറി ഉണ്ട് അല്ലെ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജലമാണെന്നുണ്ടെങ്കിൽ ഒഴുകുമ്പോ ഒരു ബൗണ്ടറി ഇല്ലാണ്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വെള്ളപ്പൊക്കമായി, അത് നാശനഷ്ടങ്ങളായി. പക്ഷെ അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്, വിച്ച് മീൻസ് നമ്മൾ അറിയുന്നിടത്ത് നമുക്ക് എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. ഒരു ഡിസിപ്ലിൻ അവിടെ നീട്ടേണ്ട, അദബ് വേണം.
ഒരു അറിവ് നമ്മൾ അറിയുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും അദബ് വേണം. അപ്പം നമ്മൾ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ അതിനനുസരിച്ച് ചെയ്ത് ആ ഡിസിപ്ലിനിൽ വേണം ചെയ്യാൻ. ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ചാല് എവിടൊക്കെയോ എന്തൊക്കെയോ പോയി ചെയ്യും, പക്ഷെ ഒന്നും വെച്ചാൽ ക്ലിയർ ആവില്ല. അങ്ങനെയുള്ള ചില ആളുകളും ഉണ്ടാവും. ഓക്കെ, എവിടൊക്കെയോ എന്തൊക്കെയോ പോയി ചെയ്യാം, ഇതുണ്ടോ എന്നാ ഇത് ചെയ്യാം, അതുണ്ടോ എന്നാ അത് ചെയ്യാം, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്താ ശരിക്കും ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്തൊക്കെയോ കേൾക്കുന്നു, അതൊക്കെ പോയി ചെയ്യുന്നു, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിന് സ്പാർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ സെൽഫിൽ. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളും സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെയും നമുക്ക് ബൗണ്ടറി വേണം. വ്യക്തമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഒഴുകാൻ പറ്റണം. അപ്പോഴാണ് ഒഴുക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ട് മാറുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കാം, ഇവിടാണ് ചില ആൾക്കാർക്ക് ചില ആളുകൾ കൂടുതൽ അറിയാൻ, ഓക്കെ എനിക്ക് ഇനി അറിവ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ അറിവിന്റെ മുമ്പിലിരിക്കും. അങ്ങനെയും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ബൗണ്ടറീസ്, നമ്മളെ ഗ്രൗണ്ട് ചെയ്ത് നിർത്തുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. ചിലപ്പോൾ ആസ് എ പാരന്റ് ആയിരിക്കാം, ആസ് എ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ള രീതിയിലായിരിക്കാം, ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിലായിരിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവില്ല. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് നിർത്തുന്ന റെസ്പോൺസിബിലിറ്റി, ഇതും കൂടി നമ്മൾ ചെയ്യണം. മനസ്സിലായോ? അറിവ് നമ്മൾ തേടി ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ വിട്ടിറങ്ങിയിട്ട് അങ്ങനെയല്ല നമ്മൾ അറിവിനെ തേടട്ടെ. എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ അറിവുകൾ നേടേണ്ടത് എന്നുള്ളതാണ്. ഒന്നിനും വിട്ടിറങ്ങിയിട്ടല്ല. പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം അതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ടെറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള അറിവ് നമ്മളിൽ എത്തിച്ചേരുന്ന സമയത്ത് നമ്മളെല്ലാം കൂട്ടിപ്പിടിക്കാനേ നോക്കുള്ളൂ. ഒരിക്കലും ഒന്നിനെ എന്താക്കാൻ നോക്കൂല, വിട്ട് കളയാൻ നോക്കൂല എന്നല്ല. എല്ലാത്തിനെയും നമ്മുടെ സ്നേഹം കൊണ്ട് കൂട്ടിപ്പിടിക്കും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള അറിവ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സെൽഫിലാണെന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ചേഞ്ച്, അത്തരത്തിലൊരു ഷിഫ്റ്റുകളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ എപ്പോഴും ആ ജലമാണോ ഞാൻ എന്നുള്ളതും നോക്കാം. ഞാൻ ഇപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീ ആയിട്ടാണോ നിൽക്കുന്നത്? തീ ഇസ് ഫ്രം ഈഗോ. തീ നമുക്ക് അവിടെ വരുന്നുണ്ട്, അത് ഈഗോ എന്നാ വരുന്നത്. എനിക്ക് കാണിച്ചു കൊടുക്കണം, അത് ഈഗോ ആണ്. പകരം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് ആണ് അല്ലെ? ഏത് കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് അല്ലേ? ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയോ എസെൻസ് കിട്ടുന്നുണ്ട്. നേരെ തിരിച്ച് നമ്മൾ എന്തിനോ വേണ്ടി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് കുറെ അറിവുണ്ട് അപ്പൊ ഞാൻ ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഈഗോ ആണ്. അപ്പൊ ഏത് കാര്യവും നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതായത് എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാവണം. അല്ലാത്തോടത്തോളം നമുക്ക് ജേർണി എൻജോയ് ചെയ്യാൻ പറ്റില്ല, പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ഡെസ്റ്റിനേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിലേക്കുള്ള പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ജേർണി കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം എന്തോ ആയിക്കോട്ടെ, നമ്മുടെ യാത്ര, നമ്മുടെ ഫോക്കസ് എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്നവർക്ക് പല ഗോൾസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഫാമിലി ഗോൾസ് ആയിരിക്കാം, ചില ആളുകൾക്ക് കരിയർ ഗോൾസ് ആയിരിക്കാം, ചില ആളുകൾക്ക് സ്പിരിച്വൽ ഗോൾസ് ആയിരിക്കാം. പല ഗോളുകളും നമുക്ക് ഉണ്ടാവും. പക്ഷെ ഈ ഗോളുകളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള വഴി ഉണ്ടല്ലോ, ആ വഴി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഗോൾസിലേക്കൊക്കെ നമ്മൾ പോകുന്നത് ഹൃദയം കൊണ്ടായിരിക്കണം. ഓക്കെ, ഹൃദയം കൊണ്ട് പോകുമ്പോഴാണ് ആ വഴിയിൽ എന്ത് വന്നാലും അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മുള്ള് വന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ മുള്ളിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, അത് നമ്മൾ പറയല്ലോ, എന്താ പറയാ, പോകുന്ന ഇടത്തിലൊക്കെ എന്ത് ചെയ്യുന്നോണ്ടിരിക്കും, നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വളർത്തിയെടുത്തോണ്ടിരിക്കും. പോകും വഴിയൊക്കെ എല്ലാം ഇങ്ങനെ വളർത്തിയെടുത്തോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ കൂടിയവർക്കൊക്കെ എന്തായിരിക്കും, നമ്മൾ ഗ്രോത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത്. നമ്മളെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് മ്യൂച്വൽ ഗ്രോത്ത് ഉണ്ടാവുമ്പോഴാണ്. ചില മരത്തിനെ കണ്ടിട്ടില്ല, ആ മരം വളരണതിന്റെ കൂടെ അതിന്റെ കൂടെ സൈഡിലുള്ള പുല്ലും വളരും, ചിലപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്ത ഒരു ചെടിയും വളരും. ആ രണ്ടും വളരുമ്പോഴാണ് അതിങ്ങനെ ഒത്തിണങ്ങി പോകുന്നത് അല്ലെ? ഒന്നിന്റെ വളർച്ച നിന്ന് കഴിഞ്ഞാൽ മറ്റേതും ഓട്ടോമാറ്റിക്കലി വാടിപ്പോകും. അപ്പം അതുപോലെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളെയും വളർത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് മാറാം. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ ആയിരിക്കാം. എല്ലാവരും വളരണം, എല്ലാവരെയും വളർത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അവരൊക്കെ ഗ്രോ ചെയ്യട്ടെ, അവരുടെ മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ എന്ന് വെച്ചാൽ ഫോഴ്സ് ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പൊ ഇതൊക്കെ അറിയുമ്പോ നമുക്ക് ഇത് ഇഷ്ടാവുന്ന സമയത്ത് നീ ഇത് കേൾക്കുന്ന പറഞ്ഞ് ഫോഴ്സ് ചെയ്യലല്ല എന്ത് സ്നേഹം അല്ലെങ്കിൽ വളർത്താനുള്ളത് എന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്ത് കൊടുക്കല, അവർക്ക് എന്താണോ നീഡഡ് ആയിട്ടുള്ളത് അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കലും കൂടിയാണ് എന്ത്
നമ്മൾ അവരെ വളർത്തിയെടുക്കാന്ന് പറയുമ്പോ നമ്മൾ അതിന് പാർട്ടായിട്ട് നിന്നു കൊടുക്കാന്ന് പറയും. അപ്പം എല്ലാവരും അവിടെ ആയിട്ട് നിൽക്കട്ടെ, നമ്മൾ അറിവ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക, നമ്മുടെ സെൽഫിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൂടെ ഉള്ളവരെയും കൂട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പോ നമ്മൾ പറയില്ലേ, റൂമിന്റെ ഒരു കോട്ടുണ്ട്, നിങ്ങളുടെ കൈകൾ തുറക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്തിന്? നിങ്ങളുടെ കൈ ഒരാൾ പിടിച്ച് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കൈ തുറക്കാൻ റെഡി ആവണം. അപ്പൊ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രശ്നത്തിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുഴിയിൽ എന്നെ അങ്ങനെ കെടുക്കും. നമ്മൾ കൈ എനിക്കിപ്പോ ഒരാൾ കുഴിയിൽ വീഴും, അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ട്, അയ്യോ എനിക്ക് അവരെ രക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ കൈ കൊടുത്തോണ്ട് മാത്രമായില്ലല്ലോ. മറ്റേ ആള് കയ്യും കെട്ടിയിരുന്നിട്ട് അയ്യോ ഞാൻ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ ആർക്കും സഹായിക്കാൻ പറ്റില്ല അല്ലെ. ആ ആളും കൂടി എന്ത് ചെയ്യണം? കൈ ഉയർത്തണം. അപ്പം എനിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം കൈ ഉയർത്തേണ്ടത് ഞാനാണ്. ചിലപ്പോ നമ്മളൊക്കെ ഇരുട്ടിലായ സമയത്ത് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, ഒരാളെങ്കിലും വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരാളെങ്കിലും എന്റെ ലൈഫിൽ വെളിച്ചമായി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ വെളിച്ചം വരാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുവരെ നമ്മൾ കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. കൈ ഉയർത്തുമ്പോഴാണ് ആരെങ്കിലും വന്നിട്ട് കയ്യിൽ പിടിക്കുക. അപ്പൊ കൈ ഉയർത്താനുള്ള സംഭവം നമ്മൾ തന്നെ കാണിക്കണം. അപ്പൊ ആരെങ്കിലും വന്ന് കൈ പിടിക്കും. അതല്ലാതെ ഞാൻ എന്റെ കൈയും മടക്കി പിടിച്ചിട്ട് എന്റെ ലൈഫിൽ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുമ്പോ ആരും അവിടെ വന്നിട്ട് നമ്മൾ ഉയർത്തിയെടുക്കണം എന്നില്ല. ഇനിയിപ്പോ ഉയർത്തിയെടുക്കാൻ ഒരാൾ വന്നാലും അവരെ കൊണ്ട് അത് പറ്റൂല. കാരണം നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടിരിക്കുകയാണ് അല്ലെ. അവർക്ക് നമ്മൾ ഉയർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കൈ കൊടുക്കണ്ടേ. അപ്പൊ അത് കൊടുക്കാതെ നമ്മൾ ഇരിക്കുമ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് തന്നെയാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പോയി ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കൈ ഉയർത്തുന്നവനെ നമുക്ക് പിടിച്ചു പൊക്കാൻ പറ്റുള്ളൂ. ഇനി അതുപോലെ നിങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കൈ ഉയർത്താൻ റെഡി ആവണം. അപ്പോഴാണ് മേലേന്നുള്ള കൈ നമ്മളെ വന്ന് ഉയർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു കൈ ഉയർത്താൻ റെഡി ആവണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളുടെ സിറ്റുവേഷൻ മാറുക. നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, നമ്മുടെ ഉള്ളിലുള്ളത് മാറ്റാതെ ദൈവം പുറമേ ഉള്ളത് മാറ്റൂല എന്നുള്ളത്. അപ്പൊ ഉള്ളിലുള്ളത് മാറ്റാന്ന് പറയുമ്പോ ഈ കൈ ഉയർത്തലാണ്. എന്റെ ലൈഫിൽ ഫുള്ളും പ്രശ്നവും പരിതാപവും പ്രശ്നവും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ അത് മാറ്റിയിട്ട് കൈ ഉയർത്തുമ്പോഴാണ് എന്ത് ചെയ്യാ, ഞാനൊന്ന് ലൈറ്റിലേക്ക് നോക്കുമ്പോഴാണ് ലൈറ്റ് എന്നെ കണ്ടെത്താം. ലൈറ്റിലേക്ക് ഞാൻ നോക്കുമ്പോഴേ ലൈറ്റ് എന്നെ കണ്ടെത്തുള്ളൂ. അല്ലാത്തടത്തോളം നമ്മൾ തന്നെ കണ്ണടച്ച് ഇരുട്ടിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. റൂമി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടുണ്ടല്ലോ, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ എവിടെയും വെളിച്ചം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാം. അപ്പൊ ചിലപ്പോൾ നിങ്ങളായിരിക്കും വെളിച്ചം. നമ്മുടെ ലൈഫിൽ എവിടെയും നമ്മൾ സന്തോഷം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം, അവിടെ വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തിനെ കണ്ടെത്തുമ്പോ തന്നെ മറ്റുള്ളതൊക്കെ വെളിച്ചമുള്ളതാവും എന്നുള്ളതാണ്. ഒരു റൂം നമുക്ക് പ്രകാശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, പ്രകാശമുള്ളതാക്കണം എന്നുണ്ടെങ്കിൽ റൂമിൽ ഓരോ ഏരിയയിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെളിച്ചം കത്തിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഒരൊറ്റ വെളിച്ചം കത്തി കഴിഞ്ഞാൽ ആ റൂം മുഴുവൻ പ്രകാശമുള്ളതായി മാറും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മളൊന്ന് നമ്മളുടെ ഉള്ളിലെ പ്രകാശത്തിനെ കണ്ട് എത്തുമ്പോ തന്നെ നമ്മുടെ ലൈഫിലുള്ളതൊക്കെ പ്രകാശമുള്ളതായിട്ട് മാറും. അപ്പൊ നമ്മളുടെ ഉള്ളിലെ വെളിച്ചത്തെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ഉള്ളിലെ വെളിച്ചത്തിനാണ് ഞാൻ കണ്ടെത്തേണ്ടത്. എന്റെ ഉള്ളിലെ വെളിച്ചത്തിനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞതുകൊണ്ടായില്ല, നമ്മൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനുള്ളതുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ അവിടെ വഴിയിൽ ഉപേക്ഷിക്കേണ്ട സംഭവങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ തീയാവാം അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള തീയാവാം. അതൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് വരുമ്പോ എന്റെ ഉള്ളിലെ വെളിച്ചത്തിനെ എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ വെളിച്ചത്തിനെ നമ്മൾ കാണുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളതിനെയും വെളിച്ചമുള്ളതാക്കി മാറ്റാൻ പറ്റാം. അതല്ലാതെ എനിക്ക് ഇവർക്കാണത് കിട്ടേണ്ടത് അവർക്കാണത് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക, പണിയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നേരെ തിരിച്ച് എന്റെ ഉള്ളിലെ വെളിച്ചത്തിനെ ഞാൻ കണ്ടെത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ചുറ്റുമുള്ള ലൈഫിലുള്ള വെളിച്ചവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ലൈഫിലുള്ള ഓരോന്നും പ്രകാശമുള്ളതായിട്ട് മാറും. അങ്ങനെ തന്നെ അത് സംഭവിക്കും. അത് അങ്ങനെ തന്നെയാണ് അതിന്റെ നിയമം. അതല്ലാണ്ട് നമ്മൾ പുറത്തുള്ളതിനെ എത്ര വെളിച്ചമുള്ളതാക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് നടക്കൂല. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തിനെ കണ്ടെത്താണ്ട് പുറത്തുള്ള എത്ര വെളിച്ചത്തിനെ നമ്മൾ ആശ്രയിച്ചാലും അതൊന്നും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കൊണ്ടുതരില്ല. ഒരിക്കലും കിട്ടില്ല എന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടില്ല. എന്റെ ഉള്ളിലെ വെളിച്ചത്തിനെ ഞാൻ തിരിച്ചറിയാണ്ട് വേറെ ഏത് വെളിച്ചത്തിനെ ഞാൻ തേടിപ്പോയിട്ട് കാര്യമില്ല. ഉള്ളിലെ വെളിച്ചത്തിന് അറിയാം. പിന്നെ അറിയാം ഏത് മുകളിലുള്ള വെളിച്ചത്തിന് അറിയാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഉള്ളിലെ വെളിച്ചത്തെ അറിയാൻ പറ്റും. നമ്മൾ പറയല്ലോ, ദൈവത്തെ ഞാൻ തേടി നടന്നപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടു, ഞാൻ എന്നെ തേടി നടന്നപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന പോലെ അത് നടക്കും. അതല്ലാണ്ട് അതിന്റെ ഇടയിലുള്ള ഏത് വെളിച്ചത്തിനെ നമ്മൾ സീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ചുറ്റുമുള്ള വെളിച്ചത്തിന് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ വെളിച്ചത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ. മൂണിനൊരു ലിമിറ്റ് ഉണ്ട്, സണ്ണിനൊരു ലിമിറ്റ് ഉണ്ട്, ഏത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സിനും ഒരു ലിമിറ്റ് ഉണ്ട്.
അപ്പം എന്താണ് ലിമിറ്റ്ലെസ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഉള്ളിലെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ ചുറ്റുള്ളതിലൊക്കെ വെളിച്ചമുള്ളതായിട്ട് മാറുന്നുള്ളത്. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പും വെളിച്ചമുള്ളതാവും, നമ്മുടെ വീട് വെളിച്ചമുള്ളതാവും, എല്ലാത്തിനും വെളിച്ചം വരാൻ തുടങ്ങും. നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ട് മാറും. നമ്മുടെ നമ്മുടെ റൂമിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടത്താറുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ റൂമിനേറ്റില് നമ്മൾ പെയിന്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റും കൂടി കൊണ്ടുവന്നു. അതായത് ജസ്റ്റ് ഒന്നുമില്ല, അവരിരിക്കും, നമ്മൾ അവർക്ക് ഒരു ക്യാൻവാസ് കൊടുക്കും, ചെറിയൊരു ക്യാൻവാസ് കൊടുക്കും, എന്നിട്ട് കുറച്ച് പെയിന്റും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ കൈ കൊണ്ട് തന്നെ ഇതിൽ പെയിന്റ് ചെയ്യും. അങ്ങനെ സെഗ്മെന്റ് ലാസ്റ്റ് റൂമിനേറ്റ് മുതൽ തുടങ്ങിയത്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ ഒരു കോച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ GCDP ഒക്കെ ചെയ്യുന്നത് വരെ ഞാൻ എന്റെ ലൈഫിൽ ഒരു കളർ ഉപയോഗിക്കലുണ്ടായിരുന്നില്ല, വെറും ഡാർക്ക് കളേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈവൻ GCDP പോലും വിഷൻ ബോർഡ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോ ആള് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ വിഷൻ ബോർഡ് പോലും ആള് കളറൊന്നും ഉപയോഗിക്കാണ്ടാ ചെയ്തത്. ഉപയോഗിക്കാൻ തോന്നുന്നില്ല. പിന്നെ കളർ യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആള് കളർ ഉപയോഗിച്ചതെന്ന് ആള് പറഞ്ഞു. അപ്പൊ ആൾക്ക് ഇതിന്ന് കിട്ടിയ റിയലൈസേഷൻ എന്താന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ എന്തായിരുന്നു വെച്ചാൽ എന്റെ ലൈഫിലെ കളറൊക്കെ പോയപ്പോ എന്റെ ജീവിതത്തിൽ കളർഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ പതിയെ എന്റെ ലൈഫിൽ നിന്നും കളറിനെ തന്നെ മാറ്റി. അത് ഞാൻ ഇടുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കളറ്, അങ്ങനെ കളറിലേക്കൊന്നും പോകൂല. ചിലകളുടെ അങ്ങനെ എന്തായി കളറിനൊക്കെ മാറ്റി. പക്ഷെ ഇതങ്ങോട്ട് തുടങ്ങിയപ്പോ പിന്നെ ഞാൻ കളറുകളെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പം ഡ്രസ്സ് എടുക്കുന്ന സമയത്താണെങ്കിലും എല്ലാത്തിലും ഒരു കളർഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ലൈഫ് കുറച്ചും കൂടി ബ്രൈറ്റ് ആയി. മുമ്പും ആ കളറുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ, പക്ഷെ എന്തുകൊണ്ട് അതിപ്പം നമ്മുടെ മൈൻഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കാരണം നമ്മുടെ ഹൃദയത്തിന്റെ കളറിനെ നമ്മൾ കണ്ടെത്തിയതുകൊണ്ടാണ്, ഹൃദയത്തിലെ വെളിച്ചത്തിനെ കണ്ടെത്തിയതുകൊണ്ടാണ്. നമ്മൾ പറയും വൈറ്റ് ലൈറ്റ് നമ്മൾ കാണുമ്പോൾ വെള്ള കളർ അല്ലെ, വെള്ള കളർ എന്ന് പറയുന്നത് ആക്ച്വലി വെള്ള കളർ അല്ല, ഒരുപാട് കളറുകൾ ചേർന്നിട്ടാണ് വൈറ്റ് കളർ ആവുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിന് അത് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ബ്രെയിൻ വൈറ്റ് ആക്കി കാണിക്കുകയാണ്. നമ്മൾ ഒരു പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എക്സ്പെരിമെന്റിലൊക്കെ ഉണ്ടാവല്ലോ, ഒരു ഡിസ്ക് പോലെ ഒരു സാധനം, ഒരു ഡിസ്ക് നമ്മൾ എടുത്തിട്ട് അതിൽ നമ്മൾ എല്ലാ കളറും പെയിന്റ് ചെയ്യാന്ന് വിചാരിക്കാം. റെയിൻബോയിൽ ഉണ്ടാവുന്ന, മൈവില്ലിൽ ഉണ്ടാവുന്ന ഓരോ കളറും നമ്മൾ പെയിന്റ് ചെയ്തു. ഇത് പെയിന്റ് ചെയ്തിട്ട് നമ്മൾ ആ ഡിസ്കിനെ സ്ട്രോങ്ങിൽ കറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഏതാ കളർ എന്ന് മനസ്സിലാവാതെ അത് മൊത്തം വൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ ബ്രെയിനിന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഒരേ സെക്കൻഡിൽ ഇഷ്ടം പോലെ കളർ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കളേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാൻ അറിയില്ല. അപ്പൊ ഇത് വൈറ്റ് കളറാക്കിയിട്ട് മാറ്റും. അപ്പം ആ വൈറ്റ് കളർ എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാ കളേഴ്സും കൂടി കൂടിച്ചേരുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ എല്ലാ കളേഴ്സും വന്ന് നിറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഉള്ളിലുള്ള വെളിച്ചത്തിനെ നമ്മൾ കണ്ടെത്തിയതുകൊണ്ടാണ്, ഉള്ളിലുള്ള വൈറ്റ് ലൈറ്റിനെ നമ്മൾ കണ്ടെത്തിയതുകൊണ്ടാണ് പുറത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കളർഫുൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇനി എവിടെയെങ്കിലും നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് ലൈറ്റ് കണ്ടെത്താനുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാവട്ടെ, വെൽത്ത് ആസ്പെക്റ്റിലാവട്ടെ, ഏത് ആസ്പെക്റ്റിലും ആവട്ടെ, ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് നമ്മളുടെ ലൈഫില് എന്റെ ഉള്ളിലെ വെളിച്ചത്തിലേക്ക് എന്നെ നോക്കി നോക്കാം. ഓക്കെ, എന്റെ ഉള്ളിലെ വെളിച്ചം തന്നെ ഒന്ന് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മറ്റതിലും നമുക്ക് വെളിച്ചം കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോ വെൽത്തിലാണ് ഇഷ്യൂസ് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളെ ചില സെഷൻസിലേക്കൊക്കെ തന്നെ നമ്മള് പല ആളുകളും നമ്മൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് പല എക്സ്ക്യൂസസുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർക്ക്. ചിലപ്പോ വീട്ടിൽ നിന്ന് വിടാത്ത പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ പേയ്മെന്റിന്റെ ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടാവും. പക്ഷെ കുറച്ചും കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മാജിക് എന്താന്ന് വെച്ചാൽ അവരുടെ മൈൻഡിന്റെ ലിമിറ്റേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ വീട്ടിലുള്ളവരും സംഭവിക്കാൻ തുടങ്ങും. അവർക്ക് ഇതിലേക്കുള്ള ഫിനാൻഷ്യൽ ഫ്ലോവും കിട്ടും, എല്ലാം കിട്ടും. അത് എപ്പോഴാന്ന് വെച്ചാൽ മൈൻഡ് അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ. അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ ആദ്യം അവരായിരിക്കും വരാം. ഓക്കെ, അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ സെഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് പോകാൻ ഭയങ്കര സങ്കടമായിരിക്കും. ചിലപ്പോൾ നമ്മളെ ഇവന്റ് ഒക്കെ നടന്നു കഴിഞ്ഞാല് നമ്മള് ചില ആളുകൾക്കൊക്കെ ഇവന്റിന്റെ അവിടെ നിന്ന് അങ്ങ് പോകാൻ തോന്നില്ല, അവിടെ തന്നെ നിൽക്കാൻ തോന്നും. പക്ഷെ എന്തെന്ന് വെച്ചാല് ചിലപ്പോൾ അവരെ ഹസ്ബൻഡ് ആയിരിക്കും പോവാ വേഗം പോവാ, കാരണം ഹസ്ബൻഡിനായിരിക്കില്ല കണക്ഷൻ, ചിലപ്പോൾ അവർക്കായിരിക്കും. പിന്നെ ചില ആളുകളുടെ ലൈഫിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഇവരിങ്ങനെ നടന്ന അവസാനം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്യും. ഓക്കെ, ഹസ്ബൻഡ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഭാര്യമാർക്ക് ഹസ്ബൻഡിനെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോകാന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ പണി. അങ്ങനെ നേരെ ഉൾട്ടായിട്ടുള്ള ആളുകളുണ്ട്. നേരെ ഉൾട്ടാവും. ആദ്യം ഹസ്ബൻഡ് വൈഫിനെ പിക്ക് ചെയ്യാൻ വരുമ്പോ കാത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ വൈഫ് സംസാരിക്കാനുള്ളിടത്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാല് ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കിട്ടൂല, പോവാൻ തോന്നൂല. അങ്ങനെ നിൽക്കുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ മാറുമ്പോഴാണ് ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫിലുള്ളവരും ചുറ്റുമുള്ളവരും എല്ലാവരും മാറാം. അപ്പൊ മാറ്റം എപ്പോഴും തുടങ്ങുന്നത് ഉള്ളെന്നാണ് എല്ലാവരും പറയുന്ന സംഭവമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിതൊന്നും പറയാൻ പറ്റണം. എന്റെ ലൈഫിൽ കാര്യങ്ങൾ മാറിയത് ഞാൻ
എന്താ പറയാ മാറിയത് കൊണ്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഞാൻ ജീവിച്ച് കാണിക്കണം. ഒരു വിസ്ഡം നമ്മൾ അറിഞ്ഞു, ഓക്കെ, ഒരു അറിവ് ഞാൻ അറിഞ്ഞു. അതായത് എന്റെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറണം. അതൊരു അറിവാണ്. ഓക്കെ, അതൊരു അറിവാണ്. ഞാൻ അറിയാം. ഏത് സെഷനിൽ ഞാൻ പോയിരുന്നപ്പോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മാറുമ്പോഴാണ് എന്റെ ലൈഫ് മാറാം, ഞാൻ മാറുമ്പോഴേ എന്റെ ലൈഫ് മാറുള്ളൂ. അത് അറിവാവുന്നുള്ളൂ. പക്ഷെ ഈ അറിവിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അറിവ് ജീവിക്കാം, ആ അറിവിൽ അങ്ങ് ജീവിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയാം. അപ്പോഴാണ് അത് വിസ്ഡം ആവുന്നത്. ഓക്കെ, അപ്പോഴാണ് അത് വിസ്ഡമായിട്ട് മാറുന്നത്, ജ്ഞാനമായിട്ട് മാറുന്നത്. ജ്ഞാനമായിട്ട് മാറാന്ന് പറയുമ്പോൾ അത് ഉള്ളെന്ന് വരണം, ജ്ഞാനിയുടെ ഉള്ളെന്ന് വരണം. അപ്പൊ അത് അറിവായിട്ട് ഇങ്ങനെ ഉള്ളെന്ന് ഇങ്ങനെ അറിയണം. അത് വിസ്ഡമായി മാറുന്നത്, ഏതൊരു ഇൻഫർമേഷനും ഏതൊരു സംഭവവും വിസ്ഡമായിട്ട് മാറുന്നത് നമ്മൾ അതിന് ജീവിക്കുമ്പോഴാണ്. അപ്പോഴാണ് അത് വിസ്ഡമായിട്ട് മാറുന്നത്. അപ്പം ഞാനിത് അറിഞ്ഞു, ഓക്കെ, സെൽഫിലാണ് ചേഞ്ച് വരുത്തേണ്ടതുള്ളത്. പക്ഷെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് മാറാൻ പറ്റണം. ഞാൻ അതിനുള്ള ഏറ്റവും എക്സാമ്പിൾ ഇതവിടെ അങ്ങനെ കാണിക്കാൻ പറ്റണം. ഞാൻ മാറിയ ലൈഫൊക്കെ മാറും എന്നുള്ള ഇതിന് ആരുണ്ട് എക്സാമ്പിൾ? ഞാനുണ്ട് എക്സാമ്പിൾ. ഇങ്ങനെ പറയാൻ പറ്റണം. അപ്പൊ അതിന് നമ്മൾ അതിൽ ജീവിക്കണം. അപ്പൊ ഒരു കാര്യം മാറി എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ചില ആളുകൾ ഏതെങ്കിലും സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കി ഇന്ന കാര്യത്തിൽ ചേഞ്ച് ആയി വന്നു എന്ന് പറഞ്ഞ് കംഫർട്ടിലിരിക്കും. അതുകൊണ്ടായില്ല. എല്ലാത്തിലും ചേഞ്ചസ് വരുത്തണം. നമ്മൾ റിയൽ ഗ്രോത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, വെൽത്ത് എല്ലാത്തിലും ചേഞ്ച് വരണം. അങ്ങനെ എല്ലാത്തിലും ചേഞ്ച് വരുമ്പോഴേ നമ്മൾ ആ വിസ്ഡത്തിൽ ജീവിക്കുന്നുള്ളൂ. എല്ലാത്തിലും ചേഞ്ചസ് കാണണം. ഒരു ഏരിയയിൽ മാത്രം കണ്ടതുകൊണ്ടായില്ല. അത് ബാലൻസ് തെറ്റിക്കെടുക്കുക. എല്ലാ ഏരിയയിലും കാണണം. അപ്പോഴേ അത് ബാലൻസ്ഡ് ആവുന്നുള്ളൂ. എല്ലാത്തിലും അതിന്റെ റിഫ്ലക്ഷൻ കാണണം. നമ്മൾ ചില ആളുകളെ പറ്റി പറയില്ലേ, ഓ അവൻ അവിടുന്ന് അങ്ങോട്ട് മാറി, പിന്നെ അവൻ അടിമുടി മാറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ. അവർക്ക് എന്താ ഇല്ലാത്തത്? റിലേഷൻഷിപ്പും ബെസ്റ്റ്, ഹെൽത്തും ബെസ്റ്റ്, വെൽത്തും ബെസ്റ്റ്. ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ കൊണ്ട് പറയണം. അങ്ങനെ ആയിരിക്കണം നമ്മളും നമ്മളെ കാണേണ്ടത്. അപ്പോഴേ നമ്മൾ ആ വിസ്ഡത്തിൽ ജീവിക്കുന്നുള്ളൂ. നമ്മളൊരു വിസ്ഡം കിട്ടി, അതിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കിട്ടി, അതെനിക്ക് സെറ്റായി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എല്ലാത്തിലും നമുക്ക് ബെസ്റ്റായി മാറാൻ പറ്റും. എല്ലാത്തിലും നമുക്ക് വേറെ ആരും അംഗീകരിച്ചു തന്നില്ലെങ്കിലും എനിക്ക് എന്റെ സെൽഫിന് A+ കൊടുക്കാൻ പറ്റണം. എന്റെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഞാൻ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന രീതിയിൽ വേറെ ബാക്കിയുള്ളവരൊക്കെ പോട്ടെ, എനിക്ക് A+ കൊടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. എന്റെ സെൽഫിന് എനിക്ക് A+ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ആസ് എ പാരന്റ്, ആസ് എ ഗാർഡിയൻ, അല്ലെങ്കിൽ ആസ് എ വൈഫ്, ആസ് എ ഹസ്ബൻഡ്, ആസ് എ ലേണർ, അങ്ങനെ എനിക്ക് എന്റെ സെൽഫിന് A+ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഈ കാര്യങ്ങൾക്ക്? A+ കൊടുക്കാൻ മീൻസ് എല്ലാം ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതല്ല, എല്ലാം പെർഫെക്റ്റ് ആണ് അങ്ങനെയല്ല. തെറ്റുകൾ പറ്റും. പക്ഷെ തെറ്റുകൾ പറ്റുമ്പോഴും പുതിയ അറിവുകൾ അറിയാനുള്ള വഴി ഞാൻ അവിടെ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ആ വഴി ഒരുക്കി വെച്ചിട്ടുണ്ടോ? ചില ആളുകൾ വീട്ടിലേക്ക് കയറാനുള്ള ഗേറ്റും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് എന്റെ വീട്ടിലേക്ക് ആരും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആ വീട്ടിലേക്ക് വരാനുള്ള വഴിയൊക്കെ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടോ? കാടൊക്കെ വെട്ടി വൃത്തിയാക്കി വഴി നമ്മൾ മനോഹരമാക്കി വെച്ചിട്ടുണ്ടോ? ചില ആളുകളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? കാരണം അവർ കാണിക്കുന്ന ആതിഥ്യ മര്യാദ ആയിരിക്കും അല്ലെ. ചിലപ്പോൾ അവരുടെ വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളൊരു രാജാവിനെ പോലെ അവർ നോക്കും അല്ലെ. അത്രയും പ്രിയപ്പെട്ട ഒരാളെ പോലെ നമ്മൾ നോക്കും. അങ്ങനെ നോക്കുന്ന ആളുകളുടെ വീട്ടിൽ നമുക്ക് കയറി ചെല്ലാനും എന്തോ ഇഷ്ടമാണ്. അത് ചിലരെ ആക്കി നോക്കുന്നതല്ലാണ്ട് ചില ആളുകൾ ഇഷ്ടം കൊണ്ട് ചെയ്യും അല്ലെ, വളരെ സ്നേഹം കൊണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തന്നെ നമുക്ക് എന്ത് ഇഷ്ടമാണ്. അങ്ങനെയാണോ അറിവിനെ നമ്മൾ സ്വീകരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, എന്റെ ലൈഫിൽ അറിവിനെ, ഇനി സമ്പാദ്യത്തിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ സമ്പാദ്യത്തിനെ, ഇനി റിലേഷൻഷിപ്പിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ബന്ധങ്ങളെ ഒക്കെ ഞാൻ എങ്ങനെയാണോ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ പറയല്ലോ, ആദ്യം ചോദിക്കുക, ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക, എന്നിട്ട് റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത്. ഇങ്ങനെയാണോ നമ്മൾ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അല്ലെ, പണ്ടൊക്കെ ഇങ്ങനെ പറയില്ലേ, ഏതോ ഒരു പക്ഷീന്റെ സൗണ്ട് കേട്ടാൽ, അല്ലെങ്കിൽ ഒന്നും കാക്ക കരയുന്നതൊക്കെ കേട്ടാൽ വിരുന്നുകാർ വരുന്നൊക്കെ ഉള്ളത്. അങ്ങനെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ വിരുന്നുകാരെ എന്താ പറയാ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽത്ത് കടന്നു വരുന്നു പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക? ചില ആളുകൾ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് പൈസ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈസ, ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? എനിക്ക് ക്യാഷ് ഭയങ്കര ഇഷ്ടമാണ്, മണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മണിക്ക് എന്നെ ഇഷ്ടമാണ്, ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? അതെന്താ, മണി നമുക്ക് നീഡഡ് ആയിട്ട് എന്തുകൊണ്ടാ? മണീനെ ഇഷ്ടമൊക്കെ പെടണം. അപ്പൊ മണീനെ വെൽത്തിനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റിലേക്കല്ലേ പോവാ? അങ്ങനത്തെ ഒക്കെ സ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പൊ പിന്നെ വെൽത്ത് എങ്ങനെയാ നമ്മുടെ ഉള്ളിലേക്ക് വരാം? വെൽത്ത് എങ്ങനെയാ നമ്മുടെ ലൈഫിലേക്ക് വരാം? വെൽത്തിനെ നമുക്ക് പേടിയാണെങ്കിൽ, എന്നെ ഒരാൾക്ക് പേടിയാന്ന് വിചാരിക്കും. ഒരു കുട്ടി എന്നെ കാണുമ്പോഴത്തേനും കരയും.
അപ്പൊ പിന്നെ ആ കുട്ടീന്റെ അടുത്തേക്ക് എനിക്ക് പോവാൻ തോന്നും, കാരണം കുട്ടിക്ക് എന്നെ പേടിയാ. അതേപോലെ ആയിരിക്കില്ല ചിലപ്പോ വെൽത്തിനൊക്കെ ഒരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിയായിരിക്കും അല്ലെ. കൂടിപ്പോയ ചില ആളുകളുടെ ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിലായിരിക്കും ക്യാഷ് ഒക്കെ കൂടിക്കഴിഞ്ഞാല് ചില ആളുകൾക്ക് ഈഗോ ഒക്കെ വരും. ക്യാഷ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇന്നെ തന്നെ മറന്നു പോകും. ഇനി അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ നോക്കിയാൽ മതി. ഒരാള് ക്യാഷുകാരനായി പെട്ടെന്ന് ഒരാൾ വളർന്നു, ഓക്കെ, അവരുടെ പണ്ടത്തെ സ്റ്റേറ്റിൽ നിന്ന് അവർ വളർന്നു, ഒരുപാട് സമ്പാദ്യം കൊണ്ട് തന്നെ വളർന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ വരുന്ന തോട്ട് എന്താ? ആദ്യം വരുന്ന ചിന്ത എന്താ? പല ആളുകൾക്കും വരുന്ന ചിന്ത എന്താ അറിയോ? എന്തോ കള്ളക്കടത്തിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. ഫസ്റ്റ് വരുന്ന ചിന്ത ചിലപ്പോ എന്തോ കള്ളക്കടത്താണ്, എന്തോ എന്തോ ഉണ്ട്, അവനിങ്ങനെ നെല്ലേ കിട്ടും. പെട്ടെന്ന് ആ യാത്ര പോയി വന്നപ്പോ എന്തോ പെട്ടെന്ന് കുറെ ക്യാഷ് ഒക്കെ കിട്ടിയത്, എന്തോ കള്ളക്കടത്താണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിച്ചോണ്ടിരിക്കാം. സി, നമുക്ക് മൈൻഡിൽ നമ്മുടെ വെൽത്തിന്റെ പ്രിന്റ് മോശമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നേരെ തിരിച്ച് ഞാൻ എന്താ പറയുക, വെൽത്തിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആള് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാട്ടോ, അതിനനുസരിച്ച് കൊടുക്കുന്നുമുണ്ട്, അതിനനുസരിച്ച് വരുന്നുമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് ആലോചിക്കുക, എങ്ങനെയാ നമ്മൾ മണീനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാ നമ്മൾ നമ്മളെ ബന്ധങ്ങളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് സ്നേഹം കൂടുതൽ കാണിക്കും, ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ഒന്ന് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോ തന്നെ പേടിയായിരിക്കും. ഇനി നാളെ കരിയേണ്ടി വരുമോ, ഇന്നിപ്പോ സ്നേഹത്തിൽ, അപ്പൊ നാളെ കച്ചറ ഉറപ്പിച്ച്, അപ്പൊ നാളെ പ്രശ്നം തന്നെ. ഇന്നലെ ഒന്ന് സ്നേഹത്തിൽ ഇരുന്നിട്ടോ ഇന്നിപ്പോ സ്നേഹത്തോടെ പുറത്തൊക്കെ പോയി, അപ്പൊ പിന്നെ ഉറപ്പ് അന്ന് രാത്രി കിടക്കണതിന്റെ മുന്നേ ഒരു ഫൈറ്റ് പ്ലാൻഡാ. ആ ഫൈറ്റ് നടന്നിരിക്കും. പിന്നെ നടന്നില്ലേ, ഉള്ളിൽ എന്താ വേവലാതിയാ, ഇത്രയൊക്കെ സന്തോഷിച്ചിട്ട് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വരുമോ, അപ്പൊ എന്തെങ്കിലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് അവിടെ ഉണ്ടാക്കും. സി, നല്ല മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ പോലും നമുക്ക് ഇങ്ങനത്തെ ബ്ലോക്കാ. അപ്പൊ എത്രമാത്രം നമുക്ക് നമ്മളെ അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്, നമ്മുടെ ബന്ധങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്, വെൽത്തിനെ സ്വീകരിക്കാൻ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ. അപ്പൊ പിന്നെ അതൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമോ? അപ്പൊ ഒന്ന് ആലോചിക്കാം, നമ്മൾ എന്തെങ്കിലും കാര്യം വേണം, ലൈഫിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് അല്ലെ. ചില ആളുകൾ എനിക്ക് എങ്ങനെയായിരിക്കും, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പണം എന്നിലേക്ക് ധാരാളമായി കടന്നു വരുന്നു, ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. പക്ഷെ വെൽത്തിനെ പറ്റിയിട്ട് കേൾക്കുമ്പോ തന്നെ പേടിയായിരിക്കും. അല്ല, ചില ആളുകൾ വെൽത്ത് കൈമ കിട്ടിയാൽ എണ്ണാൻ പറഞ്ഞാൽ എന്താ, നീ എണ്ണിക്കോ എന്ന് പറഞ്ഞ് വേറെ ആൾക്ക് കൊടുക്കും. വെൽത്ത് കൗണ്ട് ചെയ്യാൻ പോലും നമുക്ക് നമ്മളെ വിശ്വാസമില്ല. ഞാൻ എണ്ണിപ്പോയാൽ തെറ്റിപ്പോവോ, ഇതാണ് നമ്മളെ വെൽത്തിനായിട്ടുള്ള ബന്ധം. ഇങ്ങനെ അല്ലെ. നമ്മുടെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ കുട്ടീനെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവോ, എനിക്ക് മാറിപ്പോകും പറഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡിന്റെ കയ്യിലോ വൈഫിന്റെ കയ്യിലോ കൊടുക്കും. ഇല്ലല്ലോ, നമ്മുടെ കുട്ടീനെ നമുക്ക് ഒരിക്കലും മാറിപ്പോകില്ലല്ലോ, അത് വിശ്വാസമല്ലേ. ഇതേപോലെ വെൽത്ത് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഫിയറാ. ഞാൻ എണ്ണിയാൽ ചിലപ്പോൾ തെറ്റിപ്പോകും വിചാരിച്ച് വേഗം വേറൊരാൾക്ക് കൊടുക്കും. എങ്ങനെയാ നമ്മളിലേക്ക് വെൽത്ത് വരാം അല്ലെ. ആ ബിലീഫോ ആ ലവോ അതിനോട് കാണിക്കാതെ എങ്ങനെയാ അത് നമ്മളിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഓരോന്നിനെ അപ്രോച്ച് ചെയ്യുന്ന രീതികളിൽ പോലും മാറ്റം വരുത്താനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതൽ ഗ്രോ ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാനൊക്കെ പറ്റുക. അപ്പൊ വെൽത്തിനോടൊക്കെയുള്ള നമ്മുടെ അപ്രോച്ച് തന്നെ മാറ്റി തുടങ്ങാം. ഓക്കെ, വെൽത്ത് എടുക്കൊരു എന്താ പറയാ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നോട്ട് 500 അല്ലേ. ഇന്ത്യയിലാണെങ്കിൽ 500 ആണ്, 2000 പോയല്ലോ. അപ്പൊ ഈ 500ന്റെ നോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് സ്നേഹത്തോടൊക്കെ ഒന്ന് തലോടി ഒന്ന് അതിനൊക്കെ ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് എന്താ പറയാ, ഒരു സ്നേഹത്തിലൊക്കെ ഇങ്ങനെ ക്യാഷ് ഒക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മണിയൊക്കെ ഒന്ന് ഇങ്ങനെ ഫീൽ ചെയ്യാം. ഇതൊക്കെ ഇത്ര മണിയൊക്കെ ഞാൻ ഏൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഇടയ്ക്ക് ലാക്സ് ഒക്കെ ഇങ്ങനെ കൈമ പിടിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടും. എങ്ങനെ ഒന്ന് തലോടി ഒന്ന് ചിന്തിച്ചു നോക്കാം, ഇതൊക്കെ ഞാൻ ഏൺ ചെയ്ത് വരുമ്പോഴൊക്കെ എങ്ങനെ ഉണ്ടാവൂലേ, ഇതൊക്കെ ഒരൊറ്റ സിറ്റിങ്ങിന് ഈ പേയ്മെന്റ് ഇങ്ങനെ തരാണെങ്കിൽ എങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്തിനാ ഇങ്ങനെ ഞാൻ കാണുമ്പോ വെൽത്ത് എന്തോ മോശമാണോ? ഇല്ല, ഇങ്ങനെ കാണുമ്പോ വെൽത്തിന് എനിക്ക് സ്നേഹത്തോടെ നോക്കാൻ പറ്റുന്നില്ലേ? നേരെ തിരിച്ച് പേടിയോട് കൂടിയിട്ടാണ് ചിലർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകള് എന്തോ ഏതോ സാധനം പോലെ നോക്കിക്കൊണ്ട്, ഒരു ഗ്രഹത്തിലെ ജീവിനെ പോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെൽത്ത് ഒന്നും ഞാൻ മാനേജ് ചെയ്യേണ്ട ഏരിയ ഇല്ലല്ലോ എന്നുള്ളതാ ചില ആളുകൾ. അപ്പൊ അതിനെ നോക്കി കാണുന്ന രീതി മാറണം. അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ. നമ്മളെ കുട്ടികളെ നമ്മൾ നോക്കി കാണുന്ന രീതി ഒന്ന് മാറ്റി വെക്കൂ. കുട്ടികളെ എന്റെ സ്വന്തം എന്നുള്ളത് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. അവരെ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിച്ചു. എന്നെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ നോക്കാൻ പറ്റുമോ? നമ്മളിപ്പോ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് വൂണ്ടുകൾ നമുക്കറിയാലോ. എന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ പല ആളുകൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ എന്റെ ഉള്ളിൽ എത്രമാത്രം വൂണ്ടുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുപോലെ ആ കുട്ടീന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വൂണ്ട് കൂടിയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു മുറിവും കൂടെയാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുതിയ മുറിവ് ആ കുട്ടിക്ക് വരണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളൊന്ന് ആ കുട്ടീനെ കൺസിഡർ ചെയ്ത് നോക്കൂ.
കുട്ടികളെ നോക്കി കാണുന്ന രീതി മാറി വെക്കും. നമ്മൾ ചിലപ്പോ ഞാനൊരു പാരന്റ്, അവൻ കുട്ടി എന്നുള്ള ഈഗോയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഞാനാണ് പാരന്റ്, അതെന്റെ കുട്ടിയാണ്, ഇങ്ങനെ ഒരു ഈഗോയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നേരെ തിരിച്ച് അതിനൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മള് അവനൊരു കുട്ടിയാണ്, ചെറിയൊരു കുട്ടിയാണ്, ഞാൻ പാരന്റും ആണ്, അതുപോലെ തന്നെ ഞാനൊരു ഇൻഡിവിജ്വലും ആണ്, ഒരു മെന്ററും ആണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുട്ടികളെ കൂടെ നമുക്ക് കളിക്കാനും പറ്റണം, ചില സമയത്ത് നമുക്കും കുട്ടിയാവാൻ പറ്റണം, ചില സമയത്ത് നമ്മൾ പാരന്റ് ആവണം, ചില സമയത്ത് നമ്മൾ അഡൾട്ട് ആവണം. ഈ റോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം, മാറ്റി മാറ്റി കളിച്ചോണ്ടിരിക്കണം സാഹചര്യത്തിനനുസരിച്ചിട്ട്. തെറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു പാരന്റായി നിന്നുകൊണ്ട് തിരുത്തി കൊടുക്കണം. നേരെ തിരിച്ച് അവര് കളിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഇറങ്ങി നമുക്ക് കളിക്കാനും പറ്റണം ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു ബോണ്ട് ഒക്കെ ക്രിയേറ്റ് ആവുന്നത്. മറ്റേത് ഞാൻ എന്തോ പാരന്റ് ആണ്, ഞാൻ വലിയൊരു ഇതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനൊരു പാരന്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഉള്ളിൽ പാരന്റിങ്ങിനെ പറ്റിയിട്ടുള്ള കിട്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഉണ്ടാവും, ഇതായിരിക്കും നമ്മൾ എടുത്തിട്ട് കൊടുക്കാം. കാരണം പാരന്റിങ്ങിനെ പറ്റിയിട്ട് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ ഒരു പാരന്റ് ആവണ്ടേന്ന് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് എന്താണോ കിട്ടിയത് അതൊക്കെ ഇടാന്ന് അറിയില്ല. ചില ആളുകൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയിൽ എന്തൊക്കെയോ മസാലകൾ എടുത്തിടും, അല്ല എന്തൊക്കെയോ എടുത്തിടും. അപ്പൊ അതുപോലെയാണ് എന്ത് ചെയ്യുക, ചില ആളുകൾ കുട്ടികളെ നോക്കാം, ഇവിടുന്ന് പൈനാപ്പിൾ ഉണ്ടെന്നാ പൈനാപ്പിളും കിടക്കട്ടെ, മല്ലിയാണോ മല്ലിയും കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആയിരിക്കും പാരന്റിങ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഈ പാരന്റിങ് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും അതിലേക്ക് എടുത്തിടുന്നുണ്ടാവും. അപ്പൊ പാരന്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് ലേൺ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അങ്ങനെ നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പാരന്റിങ്ങിനെ പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഈ പാരന്റ് എന്നുള്ള റോളിൽ മാത്രം നമ്മൾ നിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് എന്താണോ കിട്ടിയത് നമുക്കത് കൊടുക്കണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതായിരിക്കും എടുത്ത് കൊടുത്തോണ്ടിരിക്കാം. ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, എന്റെ ഉമ്മ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടതുപോലെ ഞാൻ ഒരിക്കലും എന്റെ മക്കളുടെ അടുത്ത് ദേഷ്യപ്പെടില്ല, എന്നാലും നമ്മളത് കൊടുക്കും, അറിയാണ്ട് നമ്മൾ കൊടുക്കും. കാരണം ഇതല്ലേ ഉള്ളൂ പ്രോഗ്രാമിങ്, എനിക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ അറിയുള്ളൂ, അപ്പൊ ഞാനത് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ പുതിയ അറിവുകൾ കിട്ടാതെ ഞാൻ പറഞ്ഞു, പുതിയ അറിവുകൾ നമ്മൾ അറിയണം, പുതിയ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നില്ല. അപ്പോഴേ നമ്മുടെ മൈൻഡിന് ഇതിന്റെ മോഡൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അറിയുന്ന മോഡൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ 1986 മോഡൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, 2025 ജീവിക്കേണ്ട കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര അന്തരമുണ്ട് നമ്മൾ കൊടുക്കുന്ന പാരന്റിങ്ങില്, അല്ലെ? അപ്പം അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളിലും നമുക്ക് വരേണ്ട മാറ്റങ്ങൾ. നമ്മളിലും നമ്മൾ കുട്ടികളെ ഒരു മിസ്റ്റേക്കിന് അടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനും എന്തല്ല, എനിക്കും അറിയാനുണ്ട്, കുട്ടിക്ക് കുട്ടി ആയതുപോലെ അറിയാനുള്ളത് പോലെ തന്നെ എനിക്ക് ആസ് എ പാരന്റ് ഇനിയും വളരാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരും. അവൻ മാത്രമല്ല വളരുന്നത്, അവനിലൂടെ ഞാനും വളരുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത. നമ്മള് ഈ ഹോം മാസ്റ്റേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക്, ലാസ്റ്റ് എറിഞ്ഞ ഫീഡ്ബാക്ക് വീഡിയോയില് ഒരാൾ ഇങ്ങനെ ഫസ്റ്റ് തുടക്കത്തിൽ പറയുന്നുണ്ട്, ഒരു ഹോം മാസ്റ്റർ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അതായത് ഒരു നല്ല പാരന്റ് ആവാ എന്നുള്ളത് ആക്ച്വലി ഞാൻ എന്താ പറയുക, നല്ല പാരന്റ് ആവാ എന്നുള്ളത് ഒരു നല്ല കുട്ടീനെ വാർത്തെടുക്കുക എന്നതിലപ്പുറം ഞാന് ഒരു ബെറ്റർ സെൽഫിനെ, എന്നിലെ തന്നെ ഒരു ബെറ്റർ സെൽഫിനെ കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് എന്നുള്ളത്. പാരന്റിങ് എന്നുള്ള ജേർണി ആ കുട്ടീനെ വാർത്തെടുക്കുക എന്നതിലപ്പുറം ഞാനും വളരുന്ന ഒരു ജേർണിയാണ്, ഞാൻ എന്നിലെ തന്നെ ഹീറോനെ കണ്ടെത്തുന്ന ഒരു ജേർണി കൂടിയാണെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ചിലപ്പോഴും മറന്നു പോകും. ഇതിന്റെ കൂടെ ഞാനും പഠിക്കുന്നുണ്ട്, എനിക്കും എടുക്കും മിസ്റ്റേക്ക് ഒക്കെ പറ്റുന്നുള്ളത് നമ്മൾ മറന്നു പോകാറുണ്ടെന്നുള്ള. അപ്പൊ അങ്ങനെ ഓരോന്നിലും നമ്മൾ അതിനെ നോക്കി കാണുന്ന രീതി, നമ്മൾ അതിനെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ലൈഫും കളറായി വരും. അപ്പൊ വെൽത്തിന്റെ കേസിലൊക്കെ എന്താ പറയാ, ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെയാ ഞാൻ വെൽത്തിനെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കാം. നേരത്തെ പോലെയാണോ, എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ആ സ്വീകരിക്കാനുള്ള രീതി മാറുമ്പോൾ, നമ്മൾ അതിനെ നോക്കി കാണുന്ന രീതി മാറുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിരും മാറ്റം വരുത്തുന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്റെ ലൈഫിൽ മാറിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് കംഫർട്ടിൽ ഇരിക്കരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ കൊണ്ടിടണം എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഈ ടോക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ 8th ഇയർ ആനിവേഴ്സറി ആണ് നടത്തുന്നത്, നമ്മുടെ ടീമിന്റെ 8th ഇയർ ആനിവേഴ്സറി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനുബന്ധിച്ചിട്ട് നമ്മളെ മെഗാ ഇവന്റ് നടക്കുന്നുണ്ട് ഈ കാലിക്കറ്റ് വെച്ചിട്ട്. ഈ മെയ് 25 കാലിക്കറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെഗാ ഇവന്റ് നടക്കുന്നത്. പറ്റുന്ന ആളുകളൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഈ മൈൻഡ് സെറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ വൈബ്രേഷനിലൊക്കെ നമ്മളൊന്ന് പോയിരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് എക്സ്പാൻഡഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോ വീടൊക്കെ പൂട്ടി ഗേറ്റ്സ് ഒക്കെ അടിച്ചിട്ടിട്ടായിരിക്കും എന്ത് വെൽത്ത് വരും, വെൽത്ത്. ഇത് അവിടുന്ന് ഓടി വരുന്ന സംഭവം എന്നല്ല, നമ്മള് അതിനനുസരിച്ച് നമ്മളും റെഡി ആയിരിക്കണ്ടേ.
ഈ വീടും ഒക്കെ കുറ്റിട്ട് ഒന്ന് ആലോചിച്ചു, വീടും ഒക്കെ കുറ്റിട്ടിട്ട് നമ്മൾ ഒരാളെടുത്ത് പറയാം വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എങ്ങനെ വരും? അതിനുള്ള സാഹചര്യങ്ങളും കൂടി ഒരുക്കണ്ടേ? അപ്പൊ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും കൂടി എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ സെൽഫിനെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ സമയമാവട്ടെ, പേയ്മെന്റ് ആവട്ടെ. ഇപ്പൊ ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന സംഭവമുണ്ട്, സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കാരണം അതൊരിക്കലും എവിടെയും തിരിച്ചു പോകില്ല, ഒരിക്കലും എവിടെയും എന്താവില്ല, നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു വേയിൽ അത് നമ്മളിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ റിലേഷൻഷിപ്പിലാവട്ടെ, എല്ലാ കേസിലും എന്ത് ചെയ്യും, അതങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം മേക്ക് ഷുവർ എന്ത്, നമ്മൾ നമ്മുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ സമയമാവട്ടെ, കാര്യങ്ങളാവട്ടെ, ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ചില ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അറിയുമ്പോൾ നമ്മൾ യൂട്യൂബ് അങ്ങോട്ട് എടുക്കും. ഇന്നത്തെ കാലത്തെ പ്രത്യേകത, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, പക്ഷെ കിട്ടാത്തത് റൈറ്റ് ഗൈഡൻസ് ആണ്. അപ്പൊ ഈ ഒരുപാട് സംഭവങ്ങൾ യൂട്യൂബിൽ ഉള്ളതുകൊണ്ട് തന്നെ ഹൗ ടു ചേഞ്ച് മൈ ലൈഫ്, അല്ലെങ്കിൽ എന്റെ സെൽഫിനെ എങ്ങനെ മാറ്റാം, ലോ ഓഫ് അട്രാക്ഷന്റെ 30 വഴികൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കാണും. എല്ലാം കൂടി കണ്ട് നമ്മുടെ മൈൻഡിന് തന്നെ വട്ടായിട്ടുണ്ടാവും, ഇതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത്. അല്ലെ, നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് പോകാൻ അടിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിലേക്ക് നമുക്ക് വരണം. അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒരു ലൊക്കേഷൻ ഇടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വഴികൾ കാണിക്കും. പക്ഷെ ഗൂഗിൾ മാപ്പ് സ്പെസിഫിക് ആയിട്ട് ഏതാ ഷോർട്ട് കട്ട് എന്നുള്ളതും കാണിക്കും, അല്ലെ? അപ്പൊ ആ വഴിയിലൂടെ അങ്ങോട്ട് വന്നാൽ മതി. ചില ആളുകളുടെ പ്രശ്നം വെച്ചാൽ എല്ലാ വഴിയിലൂടെ അങ്ങോട്ട് പോയി നോക്കും, ഇപ്പുറത്തു കൂടി എത്തല്ലേ, ഇക്കൂടി വേണ്ടുന്ന, പിന്നെ അതിൽ കൂടിയും പോവാ. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ അവിടെ പോയി ഇവിടെ പോയി ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒന്നിലും ഫോക്കസ് ചെയ്ത് അതിൽ മാസ്റ്റേഴ്സ് ആയിട്ട് മാറാം. ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ല, ഒരുപാട് 1000 അടവുകള് പഠിച്ചവനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് ഒരേ അടവ് 1000 തവണ പയറ്റിയവനാണെന്നുള്ളത്. കാരണം അവർ അതിൽ മാസ്റ്റേഴ്സ് ആയി മാറിയിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ നമ്മൾ യൂട്യൂബിൽ കണ്ട എല്ലാം ഇരുന്ന് കാണാതെ, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. മെഡിറ്റേഷൻ ഒന്നും നമ്മൾ ഒരിക്കലും യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കാണരുത്. ഏതൊക്കെയോ മെഡിറ്റേഷൻസ് ഉണ്ടാവും യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ. അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് ഒന്നും നമ്മൾ അധികവും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ പകരം നമ്മൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പാത്തിൽ നമ്മൾ വ്യക്തമായിട്ട് അങ്ങ് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ, ഫോക്കസ് വരും, നമ്മുടെ മൈൻഡിന് ക്ലാരിറ്റി വരും. ഈ അൺനെസസറി ആയിട്ടുള്ള അറിവുകൾ, ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻഫർമേഷൻ എല്ലായിടത്തും കിട്ടും. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഫോക്കസ് അറിയാണ്ടിരിക്കുമ്പോ തന്നെ എന്തായിപ്പോ, നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്തത്, പക്ഷെ അത് ഏറ്റവും മോശത്തിലേക്ക് ഇതാവും. കാരണം നമ്മുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിപ്പോ, എന്തിൽ ശ്രദ്ധിക്കണം. ഇപ്പൊ ദേഷ്യം പിടിക്കുമ്പോ തന്നെ അത് മാറ്റാനുള്ള 500 വഴികൾ യൂട്യൂബിൽ ഉണ്ടാവും. ഇതിൽ ഏത് ചെയ്യും ഇപ്പോ? മനസ്സിലായോ? മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. പകരം ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നമ്മളിങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാണുന്നതിന് പകരം വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും നോക്കി കാണേണ്ടത് എനിക്ക് എങ്ങോട്ടേക്ക് എത്തണോ അവിടെ എത്തിയിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മൾ എപ്പോഴും ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, യൂട്യൂബിലൊക്കെ റെഫർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു കാര്യം നോക്കാം. അപ്പൊ കുറച്ചും കൂടി ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡ് നമുക്ക് അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞാൻ ഫൈനലി നിങ്ങളെല്ലാവരും ആ ഇവന്റിലേക്ക് കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. പറ്റുന്ന ആളുകളൊക്കെ വരാം. ഇനി അതുപോലെ തന്നെ പറയാനുള്ളത്, ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ഫ്രൈഡേസിലും ആസിയ മാമിന്റെ ഈ ഒരു സെഷൻ ഉണ്ടാവും. അപ്പം ഇതെന്തായാലും മിസ് ഔട്ട് ചെയ്യാണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഉറപ്പുവരുത്താം. അറിവ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറുമ്പോൾ ഞാനത് സ്വീകരിക്കാൻ റെഡി ആയിട്ടാണോ കയറുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ വാതിലൊക്കെ കുറ്റിയിട്ടിരിക്കുക എന്ന് പറയുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്. ചില ആളുകൾ വീഡിയോ കോഫിൽ ചിലപ്പോൾ ഫോണൊക്കെ ഏതോ മൂലയിലായിരിക്കും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ, അതൊരു സമാധാന, ഞാൻ കേട്ടല്ലോ. ചില ആളുകൾ ജെന്യൂൻ ആയിട്ടുള്ള കേസസ് ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ഞാൻ റെസ്പെക്ട്, കാരണം അങ്ങനത്തെ കേസസിന് പോലും നമ്മൾ ജോയിൻ ചെയ്തല്ലോ. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം അല്ലെ. അപ്പൊ എന്താ പറയാ, അതിനുള്ള എഫേർട്ട് നിർത്തുന്നത് ഞാൻ കേട്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫോൺ 1/2 കിലോമീറ്റർ അപ്പുറത്തിരിക്കും, എന്നിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ അറിവ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാനും കൂടി റെഡി ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാൻ എന്നുള്ളതാണ്. അതൊരു ഡിസിപ്ലിൻ ആണ്. ആ ഡിസിപ്ലിൻ നമുക്ക് ഒരുപാട് ഗ്രോത്ത് കൊണ്ടുതരും, ഒരുപാട് ഗ്രോത്ത് നമുക്ക് കൊണ്ടുതരും. ആ ഒരു ചെറിയ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുന്നതല്ല. ചിലപ്പോൾ അതിന് നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും, നേരത്തെ നമ്മുടെ പണികളൊക്കെ കഴിക്കേണ്ടി വരും. എന്നാൽ അത് കഴിച്ച് നമ്മൾ ഇരിക്കുമ്പോണ്ടല്ലോ, വീഡിയോയിൽ അങ്ങ് ഇരിക്കുമ്പോൾ ഈ സെഷൻ തന്നെ ഭയങ്കര കളറാവും, ഭയങ്കര വൈബ്രന്റ് ആവും. എനിക്കിപ്പോ പേഴ്സണലി ഞാൻ അങ്ങനെ വീഡിയോയിലൊക്കെ വന്നിരുന്നു ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. ഒന്നില്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ എന്റെ തന്നെ മുഖമല്ല നോക്കുന്നത്. അധികം എടുക്കിപ്പോ എന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അധികം നിങ്ങളുടെ മുഖം നോക്കുന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണ് നമ്മുടെ മുഖത്തേക്ക് പോകുന്നില്ലേ. അപ്പം അങ്ങനെ എന്നെ നോക്കി 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 എന്റെ ഉള്ളിൽ തന്നെ എന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും.
ഈ വിസ്ഡം കേൾക്കുമ്പോ എന്നെ തന്നെ നോക്കി 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 ഞാൻ എന്നെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അകത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ. അപ്പം ആസിയ മാം ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ആസിയ മാം ഇങ്ങനെ സെഷനൊക്കെ കൊടുക്കുന്ന, മെഡിറ്റേഷനൊക്കെ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പം അത് ആക്ച്വലി അങ്ങനത്തെ സെഷൻസിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു വാല്യൂ കൂടിയാണ് അല്ലെ. അപ്പൊ ഇനിയും അങ്ങനത്തെ സെഷൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ ആക്ഷൻസും എടുക്കാം. നിങ്ങൾ സെഷൻ കേട്ടിരിക്കുക എന്നതിലപ്പുറം ആക്ഷനും കൂടി എടുത്തിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് ഞാൻ മാറണം. മനസ്സിലായോ? ഞാൻ അറിഞ്ഞ വിസ്ഡത്തിന്റെ റിസൾട്ട് ഞാനായിരിക്കണം. എനിക്കത് കോൺഫിഡൻസിൽ പറയുമ്പോൾ ഓ ഇങ്ങനെ വിസ്ഡം ഉണ്ട്, അതിനുള്ള റിസൾട്ട് എന്താണെന്ന് അറിയാം ഞാൻ തന്നെ, ഇങ്ങനെ പറയാൻ പറ്റും. അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു ഓക്കെ എനിക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്നാ പിന്നെ ഞാൻ ഇനി സെഷനിൽ കയറുന്നില്ല, അങ്ങനെയല്ല കേട്ടോ. സെഷനിൽ കയറിക്കൊണ്ടേ ഇരിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ആക്ഷനും എടുക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു വാശി വേണം. വാശി ഇൻ ദ സെൻസ് എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹം വേണം ഭയങ്കരമായിട്ടുള്ള. ഈ വിസ്ഡം എനിക്ക് ജീവിച്ചറിയണം, ജീവിതത്തിലൂടെ എനിക്ക് വിസ്ഡം അറിയണം എന്നുള്ളത്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് എവ്രിവൺ ആൻഡ് താങ്ക് യു സോ മച്ച്. ആസിയ മാം, ഓവർ ടു യു. താങ്ക് യു അജിലിഷ മാം. ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു, ഒരു പോയി ചോദിച്ചതേ ഉള്ളൂ അജിലിഷ മാം ഒന്നും ഗസ്റ്റ് ആയിട്ട് വന്ന് അത് സംസാരിക്കണം എന്ന് ഞാൻ തലേന്ന് രാത്രി ഞാൻ എന്റെ മൈൻഡിൽ കൊണ്ടുവന്നു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അജിലിഷ മാമോട് സംസാരിച്ചപ്പോ ഇത് അങ്ങനെ തന്നെ സെറ്റ് ആയിട്ട് വരികയും ചെയ്തു. അപ്പൊ ഞാനൊരു പൂവാണ് ചോദിച്ചത്, പക്ഷെ ഒരു പൂക്കാലം പോലെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഒത്തിരി കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെനിക്കൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാല്, എന്നെ ഏറെ അട്രാക്ട് ചെയ്തൊരു കാര്യം ഗൈഡിന്റെ കൂടെയുള്ള ഈ മെന്റേഴ്സിനെല്ലാം അവര് അത്ര ചെറുപ്പത്തില്, ഞാൻ ആദ്യം കാണുമ്പോ തന്നെ എന്താണ് എന്റെ മകളുടെ പ്രായം തന്നെ ഉള്ളൂ, പക്ഷെ അവരിലൂടെ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു കാംനെസ് ആണ് എനിക്ക് എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടത്. വെച്ചാൽ അത്രത്തോളം ഉണ്ട് ആ ഒരു പ്രായത്തില്. ആ ഒരു എങ്ങനെ ഒരു സംഭവം നമുക്ക് നേടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. ഞാൻ എൻ്റെ കൂടെ ഉള്ളവർ പലരോടും ഞാൻ പറയാറുണ്ട്, നമ്മുടെ മക്കൾ ആ ഒരു ഏജിലുള്ള മക്കളാണെങ്കിൽ അവർ ഈ സമയത്താണ് അവർക്ക് തിരിച്ചറിവ് വരേണ്ടത്. ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് നമുക്ക് ഒരു ബേജാറും വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക് യു അജിഷ മാം. താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഷൻ ഇത്രത്തോളം കളർഫുൾ ആക്കിയതിന് എല്ലാവരും തന്നെ ഇങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ളവരുടെ മുഖത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇനിയുള്ളത് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഈവെന്റിന് ഞാനും പോകുന്നുണ്ട്. 25th മെയ് 25th. അടിപൊളി സെഷനാണ്. സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈബ്രേഷൻ നമ്മൾ ഫീൽ ചെയ്ത് തന്നെ നമ്മൾ ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് GC ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അറിയുക തന്നെ വേണമെന്ന് പറഞ്ഞതുപോലെയാണ്. ഗൈഡിന്റെ കൂടെയുള്ള 12 ദിവസം GCTP ചെയ്ത് കഴിഞ്ഞപ്പോഴും റൂമിനേറ്റ് ചെയ്തപ്പോഴൊക്കെ ആ കിട്ടിയ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞത് അത് സ്വയം നമ്മൾ അനുഭവിച്ചറിയണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ശരിക്കും നമ്മുടെ പ്രപഞ്ചനാഥനിലേക്ക്, നമ്മളെ റബ്ബിലേക്ക് നന്നായിട്ട് നമുക്ക് അടുക്കാൻ എത്രത്തോളം വൈബ്രേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം ദൂരമാണെങ്കിലും ഞാൻ 25th ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോവാന്. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് കൂടുതലൊന്നും പറയേണ്ട വന്നില്ല. അതിലപ്പുറം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഗൈഡിന്റെ ഡിസൈപ്പിൾ ആണ്. അത്രത്തോളം ഫീൽ ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത്രത്തോളം സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് ഏവർക്കും അത്രയും സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് സമയം കൂടുതൽ എടുത്തെങ്കിലും അതൊരു കുഴപ്പമില്ല, സന്തോഷാണ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നസിറ മാം. ഓക്കെ മാം, താങ്ക് യു അജു. അജുവിനോടാണ് താങ്ക് യു അജു. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറഞ്ഞ മാതിരിയാണ്. എനിക്കിപ്പം 8:30 സൈക്കോതെറാപ്പിയുടെ സെഷൻ ഉണ്ട്. ഞാൻ അതിലൊന്ന് കയറി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഇതിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. അത് ഞാൻ റെക്കോർഡ് കേൾക്കാന്ന് കരുതി. റെക്കോർഡ് ഉണ്ടാവും, പക്ഷെ ലൈവ് പങ്കെടുക്കുമ്പോൾ വേറെ എന്താണ്. പക്ഷെ ഇതിന് വിട്ടുപോകാനും കഴിയുന്നില്ല. ആസ്വദിക്കുകയായിരുന്നു ഓരോ വാക്കുകളും. താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം ഉണ്ടാവും എന്ന് കരുതിയില്ല. ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് പിന്നെ എഡിയന്റെ അത് പറഞ്ഞിട്ട് പോകുമെന്നാണ് ഞാൻ കരുതിയത്. ബാക്കി അസീമമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അജു തന്നെ ഫുള്ള് ആക്കി ഇത്രയും ടൈം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? എനിത്തിങ് ഇന്നത്തെ ഒരു സെഷനെ കുറിച്ച്?
സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവിടെ അജിഷമൻ പറഞ്ഞതുപോലെ ആ കിട്ടിയ വിസ്ഡത്തിനെയൊക്കെ സെൽഫിൽ ഒന്ന് പ്രാക്ടിക്കലി ഒന്ന് കൊണ്ടുവരിക കേട്ടോ. അപ്പോഴാണ് നമുക്ക് സെറ്റ് ആവാൻ പറ്റുള്ളൂ. എന്റെ ലൈഫിൽ മാറ്റം വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ അറിഞ്ഞ അറിവുകൾ എന്റെ ലൈഫിൽ തന്നെ ഞാൻ സെറ്റാക്കി കൊണ്ടുവന്നത്. ഇപ്പം അത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നിലും നടന്നതെന്നുള്ളതാണ്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. Thank you very much. Thank you, ma'am. Thank you so much. താങ്ക് യു.